നമസ്കാരം. ന്യൂസ് 18 പൊതുവേദിയിലേക്ക് സ്വാഗതം. ഇപ്പോൾ കേരളത്തിലൊരു വലിയ ചർച്ച നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ സിനിമകളാണ് ആളുകളെ വല്ലാതെ സ്വാധീനിക്കുന്നതെന്നും കുറ്റകൃത്യങ്ങൾ ചെയ്യാൻ സിനിമകൾ വലിയ തോതിൽ പ്രചോദനമാകുന്നു എന്നുമൊക്കെയാണ് വിമർശനം. സിനിമയെ എത്ര ഗൗരവത്തോടെ ഒരു പ്രേക്ഷകൻ എന്ന നിലയിൽ നമ്മൾ നോക്കിക്കാണണം? സിനിമ തടഞ്ഞാൽ കുറ്റകൃത്യങ്ങൾ നിയന്ത്രിക്കാനാകുമോ? ഇതൊക്കെയാണ് പൊതുവേദി ഇന്ന് ചർച്ച ചെയ്യുന്ന വിഷയം. തിയേറ്ററുകളിൽ വൻ ഹിറ്റായ ഉണ്ണി മുകുന്ദൻ ചിത്രം അതിന് ടെലിവിഷനിൽ പ്രദർശനാനുമതി നിഷേധിച്ചിരിക്കുകയാണ്. ഇത്തരം സാഹചര്യങ്ങൾ എങ്ങനെയാണ് കേരളം ചർച്ച ചെയ്യുന്നത് എന്നാണ് പൊതുവേദി ഇന്ന് പരിശോധിക്കുന്നത്. എല്ലാവർക്കും പൊതുവേദിയിലേക്ക് സ്വാഗതം. യെസ്, എൻ്റെ ആദ്യ കോളർ ശ്രീ കുഞ്ഞഹമ്മദാണ്. ശ്രീ കുഞ്ഞഹമ്മദ്, ഈ കൊലപാതകങ്ങൾ, അക്രമങ്ങൾ, കുറ്റകൃത്യങ്ങൾ ഇതൊക്കെ സിനിമ കൊണ്ട് മാത്രമാണ് എന്ന് കരുതാനാകുമോ? നമസ്കാരം സാർ. നമസ്കാരം. ഈ സിനിമ നമ്മളെ കേരള സംസ്ഥാനം രൂപീകരിച്ച അന്ന് മുതൽ ഇന്ന് വരെ സിനിമ ഉണ്ട്. സിനിമ കൊണ്ട് മാത്രമാണെന്ന് ആരും കരുതാനാകില്ല. ഓരോരോ വീട്ടിലേക്കും രക്ഷിതാക്കൾ കുട്ടികളെ നിരന്തരം നിരീക്ഷിച്ചുകൊണ്ടിരിക്കണം. 15 വയസ്സ് വരെ പ്രായമുള്ള കുട്ടികളാണ് ഇതിന് ഏർപ്പെടുന്നത്. അപ്പൊ ഈ പ്രധാന ഉത്തരവാദിത്വം അതാത് വീടുകളിലെ രക്ഷിതാക്കന്മാരാണ്. അവർ നിരീക്ഷിച്ചോണ്ടേയിരിക്കണം മക്കളാ. ഗൾഫിലാവുണ്ടെങ്കിൽ വേറെ ആളെ ഏൽപ്പിച്ചിട്ടെങ്കിലും അവരെ നിരീക്ഷിക്കണം. ഗവൺമെന്റിൽ നിന്ന് കുറ്റം പറഞ്ഞാൽ ഗവൺമെന്റ് അതൊക്കെ ചെയ്യുന്നുണ്ട്. എല്ലാ മേഖലയിലും ഗവൺമെന്റ് പെടവുന്നുണ്ട്. ഇത്രേ എനിക്ക് പറയാനുള്ളൂ. യെസ്, വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം. എന്നോടൊപ്പം ബാലരാമപുരത്ത് നിന്ന് ശ്രീ ശരത്ത് കൂടി നമുക്കൊപ്പം ചേരുന്നുണ്ട്. ശരത്ത് ധാരാളം സിനിമയൊക്കെ കാണുന്ന ആളാണോ? ശരത്തെ? സിനിമ ഞാൻ കാണുന്ന ആളാണ്. ഞാൻ പിന്നെ ഇടയ്ക്ക് സിനിമയിലൊക്കെ അഭിനയിക്കാൻ മുമ്പ് പോയിട്ടുണ്ടായിരുന്നു. സിനിമ നടനും കൂടിയാണ്. അത് ഞാൻ അറിഞ്ഞില്ല കേട്ടോ. പൊതുവേദിയുടെ ഒരു സിനിമ ഒരു പ്രേക്ഷകൻ സിനിമ നടൻ കൂടിയാണ് എന്ന് ഞാൻ ശരത്തിന് നമ്മൾ ദിവസവും സംസാരിക്കുന്നതാണ്. പക്ഷേ എന്നോട് അത് പറഞ്ഞിട്ടില്ല, സിനിമ നടനാണെന്ന്. അത് നമ്മളിപ്പോ ഈ കോവിഡിന് തൊട്ട് മുമ്പാണ് അഭിനയിക്കാനൊക്കെ പോയിക്കൊണ്ടിരുന്നത്. മുഖ്യധാര സിനിമയിൽ നിന്ന് തന്നെയാണ്. പക്ഷേ നമ്മൾ പണ്ടും സിനിമ വയലൻസ് നിറഞ്ഞിട്ടുള്ള സിനിമകൾ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇപ്പോഴീ അടുത്ത് വന്ന കുറച്ച് സിനിമകൾ നമ്മൾ ഈ മദ്യവും ലഹരിയും മാത്രമല്ല സിനിമയെ നമ്മൾ കുറ്റപ്പെടുത്തി പറയുമ്പോൾ ഈ കോവിഡ് എന്ന് പറഞ്ഞ സംഭവം, കോവിഡ് വന്നതിന് ശേഷമാണ് എനിക്ക് തോന്നുന്നത് ഈ ആൾക്കാരിൽ കുറച്ചുകൂടെ ഒരു ഈ ആക്രമണ സ്വഭാവം വന്നിട്ടുള്ളതെന്ന് എനിക്ക് തോന്നുന്നു. അല്ലേ? അങ്ങനെ തോന്നിയിട്ടില്ലേ? അത് ശരിയായി. അത് എനിക്കത് നമ്മൾക്ക് അങ്ങനെയും പഠനങ്ങൾ പറയുന്നുണ്ടെന്നാണ് പറഞ്ഞു. പക്ഷേ എനിക്കതിനെ സംബന്ധിച്ച് വ്യക്തമായൊരു അറിവില്ല കേട്ടോ. നമ്മളിപ്പോൾ അങ്ങനെ ചിന്തിക്കുന്നവരുണ്ട് ധാരാളം. വയലൻസ് നിറഞ്ഞിട്ടുള്ള പല ഇപ്പൊ മാർക്കോ നമ്മൾ ഈ പറഞ്ഞ പോലെ അടുത്ത പല സിനിമകളും വയലൻസ് നിറഞ്ഞിട്ടുള്ളതാണ്. അപ്പൊ ശരത്ത് സിനിമയിലൊക്കെ അഭിനയിക്കുമ്പോൾ വയലൻസ് ഒക്കെ ഉള്ള സിനിമയിൽ അഭിനയിക്കാറുണ്ടോ? ഇല്ല, നമ്മൾ അഭിനയിച്ചിട്ടുള്ളതെല്ലാം കുടുംബ കഥകളാണ്, നല്ല കഥകളൊക്കെ ഉള്ള. ഇതാണോ ഈ ഡ്യൂറ്റും റൊമാൻസും ഒക്കെ ഉള്ള സിനിമകളാണോ? അതെ, നമ്മൾ ജൂനിയർ ആർട്ടിസ്റ്റ് ആണ്. എന്നാലും ഞാൻ ചോദിക്കുന്നത് പ്രധാന രംഗങ്ങൾ വില്ലനായിട്ടാണോ വരുന്നത്, അതോ പിന്നെ പൂവാലിനായും അങ്ങനെയൊക്കെ ഉണ്ടല്ലോ, പലതരത്തിൽ അഭിനയിക്കാമല്ലോ, പല വേഷങ്ങളുണ്ടല്ലോ. അപ്പം വില്ലനായിട്ടൊന്നും സാധാരണ വേഷങ്ങള്, സാധാരണ ചെറിയ വേഷങ്ങളാണ്. അപ്പൊ നല്ല കഥയും നല്ല രീതിയുള്ള, അല്ല ഈ അടിയും വെട്ടും കുത്തും അങ്ങനെയുള്ള പ്രശ്നങ്ങളുള്ള സിനിമകളൊന്നും അല്ല. എല്ലാം നല്ല രീതിയിലുള്ള സിനിമകളാണ് നമ്മൾ കൂടുതൽ പോയിട്ടുള്ളത്. അപ്പൊ ഇത് പക്ഷേ ഈ ഞാൻ ചോദിക്കുന്നത്, ഈ പ്രേക്ഷകർക്ക് താല്പര്യം ഇങ്ങനത്തെ സിനിമകൾ താല്പര്യമല്ലേ? ആളുകൾ ഈ അടിയും കുത്തും ഇതൊക്കെ വേണോ? ഇല്ലാതെയും സിനിമ വിജയിക്കില്ലേ? അല്ലേ? അത് ഈ അടി പണ്ടത്തെ സിനിമകൾ ഏത് സിനിമയിലെടുത്താലും അടിയും വെട്ടുമുണ്ട്. പക്ഷെ ഇങ്ങനെ തലവെട്ടി മാറ്റുന്ന മറ്റേ ഈ കുടലും കുത്തുന്നത് അങ്ങനെയുള്ള അനാവശ്യമായിട്ടുള്ള ഭയങ്കരമായിട്ടുള്ള വയലൻസ് സിനിമയിൽ വരുന്നത്. കാരണം ഇന്നത്തെ കാലഘട്ടത്തിൽ സിനിമ കാണുന്ന എല്ലാം പ്രായത്തിലുള്ള കുട്ടികൾ, ചെറുപ്പക്കാരാണ് കൂടുതലും സിനിമ പോയി കാണുന്നത്, തിയേറ്ററിൽ പോയി കാണുന്നത്. ഇപ്പൊ ഈ നമ്മൾ ഇത് മാർക്കയുടെ കാര്യം പറയുമ്പോൾ പുഷ്പ 2 എന്ന് പറഞ്ഞൊരു സിനിമ, പുഷ്പ എന്ന് പറഞ്ഞ സിനിമ വന്നല്ലോ. അതും ഇതേപോലെ വയലൻസിന് വളരെയധികം പ്രാധാന്യം. പക്ഷെ അതിലെ പാട്ടുകളെല്ലാം ഹിറ്റാണ്, നമ്മൾ കണ്ടിട്ടുള്ളതാണ് സിനിമ. അപ്പം ഇത് നമ്മളങ്ങനെ തട്ടിച്ചു നോക്കുകയാണെങ്കിൽ ഒട്ടനവധി സിനിമ അങ്ങനെ വന്നിട്ടുണ്ട്. പല കാരണങ്ങളുണ്ടാവാം. അത് തീർച്ചയായിട്ടും അത് ഗവേഷണം നടത്തേണ്ടതാണ് ഇതിനകത്ത്. യെസ്, എന്നെ വളരെ നന്ദി ശരത്ത് ഒരു സിനിമാ നടൻ. അപ്പോൾ പൊതുവേദിയുടെ പ്രേക്ഷകർ ഇങ്ങനെ പല മേഖലയിലുള്ളവരായതുകൊണ്ട് അവരുടെ അഭിപ്രായങ്ങൾക്കൊക്കെ വലിയ പ്രാധാന്യമുണ്ട്. എന്നോടൊപ്പം ജയകുമാർ ചേരുന്നത് തിരുവനന്തപുരത്ത് നിന്നാണ്. ശ്രീ ജയകുമാർ എങ്ങനത്തെ സിനിമകളാണ് കാണാൻ ആഗ്രഹിക്കുന്നത്? നമസ്കാരം സാർ. നമസ്കാരം. കുറച്ചുകൂടെ സ്മാർട്ടായിട്ട് ഇരിക്കണം കേട്ടോ. ഞാൻ ഇടയ്ക്കൊന്ന് ഇരുന്നു പോയി അല്ലേ?
ഇരുന്ന് പോയതല്ല, അതല്ല, അങ്ങനെയല്ല. നമുക്ക് പ്രേക്ഷകർക്കൊരു പ്രതീക്ഷ ഉണ്ട് സാറില്. അപ്പൊ ആ പ്രതീക്ഷയ്ക്കൊത്ത് കിട്ടിയില്ലെങ്കിൽ ഒരു പ്രയാസം വരും. അത് ഞാൻ അന്നേ വിശദീകരിച്ചു. എന്താന്ന് വെച്ചാൽ നമ്മൾ സാധാരണ ഇങ്ങനെ ഈ ഫ്ലോറാണ്. അപ്പോൾ ഇവിടെ എനിക്കിങ്ങനെ മനസ്സിലായി. അപ്പം കസേലയിൽ ഇരിക്കുമ്പോൾ ആ ഒരു ഇത് കിട്ടുന്നില്ല. പിന്നെ 2 വിഷയങ്ങൾ അന്ന് വന്നത്, ഒന്നൊരാൾ 5 പേരെ കൊല ചെയ്യുന്നു, 6ാമത്തെ ആൾ ഗുരുതരാവസ്ഥയിൽ. അപ്പോൾ ആ വിഷയം നമ്മൾ വൈകാരികമായി ടച്ച് ചെയ്തൊരു വിഷയമാണ്. മറ്റൊന്നും ഒരു പെൺകുട്ടി നേരിട്ട ക്രൂരതയെക്കുറിച്ച് ആണ് നമ്മൾ ചർച്ച ചെയ്തത്. അപ്പോൾ ആ വിഷയങ്ങൾ ചർച്ച ചെയ്യുമ്പോൾ നമുക്ക് അപ്പോൾ ചിലപ്പോൾ ചില വിഷമങ്ങളൊക്കെ തോന്നും. അതാണ് അതിൻ്റെ കാര്യം. സാറേ, പിന്നെ ഇതിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ എനിക്ക് തോന്നുന്നത് ഈ സിനിമയിൽ നിന്നാണ് ഈ കുട്ടികൾ ഈ വഴിതെറ്റിയെന്ന് തോന്നുന്നു. ഒന്ന്. രണ്ടാമത്തെ കേസ്, ഈ സിനിമയിലാണ് ഏറ്റവും കൂടുതൽ ഈ മയക്കുമരുന്ന് ഉപയോഗം ഏറ്റവും കൂടുതൽ തുടങ്ങിയതും വച്ചുകൊണ്ട് നടക്കുന്നത് ഈ സിനിമയിലാണ്. മയക്കുമരുന്ന് അതിനകത്ത് യാതൊരു സംശയമില്ല സാറേ. കാരണം വെച്ചാൽ എനിക്ക് തന്നെ അനുഭവം ഉണ്ട്. എന്റെ മകൻ അതിനകത്ത് 2 സിനിമയിൽ അഭിനയിച്ചു. അത് ശരി. ഇതൊക്കെ പറയാത്ത എന്താ ശ്രീ ജയകുമാർ? മകൻ ഒരു സിനിമാ രംഗത്തുള്ള ആളാണ് എന്ന കാര്യമൊക്കെ നമ്മൾ പൊതുവേദി പ്രേക്ഷകരെ അറിയണ്ടേ? ജയകുമാർ നമ്മുടെ 10 to 5 ബാങ്കിങ് അവേഴ്സ് 10 to 5 പിന്നെ വേറൊരു സിനിമയിലും ഉണ്ട്. മധുസാറിന്റെ ആണ് 2 അത് ശരി. അത് കഴിഞ്ഞ ഒരു സർക്കാരിന്റെ പരസ്യം ഉണ്ടായിരുന്നു ഈ മയക്കുമരുന്നിനെതിരെ. അതില് ഉയർന്ന പോലീസ് ഓഫീസറായിട്ട് വീട്ടിൽ കയറി ചെന്ന് ഒരു സ്ത്രീ താഴെ നിൽക്കുമ്പോൾ മോളിൽ കയറി ചെന്ന് മോനുണ്ടോ എന്ന് ചോദിച്ചിട്ട് മോളിൽ കയറി ചെന്ന് സാർ കണ്ടാണ്. കമ്പ്യൂട്ടറൊക്കെ പരിശോധിക്കുന്നത് എന്റെ മോനാണ്. കമ്പ്യൂട്ടർ പരിശോധിച്ച് മോനെ വിളിച്ച് താഴെ കൊണ്ടുവരുന്നത് എന്റെ മോനാണ്. അതോടുകൂടി ഞാൻ സ്റ്റോപ്പ് ചെയ്യിച്ചു സാറേ. നിർത്തിയോ? അതോടുകൂടി ഞാൻ സ്റ്റോപ്പ് ചെയ്യിച്ചു. ആകെ 2. അതെന്ന് പറഞ്ഞാൽ എന്റെ ബ്രദറുമായിട്ടുള്ള മറ്റേ സാറും ബ്രദറുമായിട്ടുള്ള ഇതിന്റെ പുറത്ത് ചേട്ടന് ഇങ്ങനെ പറഞ്ഞങ്ങനെ പോയതാണ്. ഞാൻ അതോടുകൂടി പറഞ്ഞ് വേണ്ടാന്ന് പറഞ്ഞു. വെറുതെ ഇവിടുന്ന് വണ്ടി ഒരു പുതിയ കാറ് കൊടുത്ത് അത് ഓടിച്ച് അവിടെ ചെന്ന് ആ കൂടെ കൂടിയില്ലെങ്കിൽ അത് മഹാ ബുദ്ധിമുട്ട്. പിന്നെ ഈ വണ്ടിയെ കൊണ്ടാണ് ഇവര് പോണത്. എന്തെങ്കിലും ചെയ്താൽ പിടുത്തം വീഴുന്ന ഇതിനാണ്. അതുകൊണ്ട് പറഞ്ഞ് വേണ്ട, ഈ പരിപാടിയെ വേണ്ട മക്കളെ എന്ന് പറഞ്ഞാൽ കലാകാരനെ പിടിച്ച് വീട്ടിലിരുത്തി. അവന് വേറെ പരിപാടിയുണ്ട്, അവന് ബിസിനസ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് നോക്കിയാൽ മതി എന്ന് പറഞ്ഞു. അത് മതി എന്ന് പറഞ്ഞു. അതുണ്ട്. ഈ സാറേ, ഇതിന്റെ അനുഭവം എന്ന് പറഞ്ഞാൽ ഈ ആൾക്കാരൊക്കെ പറയും പോലല്ല, ഇതിനകത്തുനിന്ന് തന്നെയാണ് ഈ 90% പോകുന്നത്. ശരി. ഏതായാലും യാതൊരു സംശയമില്ല സാർ. ഏതായാലും ശ്രീ ജയകുമാർ ഒരു കലാകാരനെ നമ്മളങ്ങനെ വീട്ടിലിരുത്തുന്നത് ശരിയല്ല. അദ്ദേഹത്തെ ഗവൺമെന്റ് നേരത്തെ ഇതുമായിട്ട് ഒരു ബന്ധമില്ലായിരുന്നു, ഒരു കലയില്ലായിരുന്നു. അത് ശരി. അങ്ങനെയൊക്കെ അല്ലേ. ഇതിപ്പോ ഇങ്ങനെയുള്ള ഒരു ഇതിന്റെ പുറത്ത് അങ്ങനെ പോയതാണ് 2 ശരി. ഏതായാലും സന്തോഷം. കലാകാരന്മാരെ ഒക്കെ പൊതുവേദിയിൽ ധാരാളം ഇത് കേൾക്കുന്നുണ്ടാവുമെന്നാണ് ഞാനും വിചാരിക്കുന്നത്. മുഹമ്മദ് റാഷിദ് എന്നോട് ഹലോ എന്ന് പറയുന്നുണ്ട്. മുഹമ്മദ് റാഷിദ് ഹലോ. നവനീത് സോമശേഖരൻ പറയുന്നു ഡ്രഗ്സ് വേണ്ട, സിനിമയ്ക്ക് പിന്തുണ എന്ന് പറയുന്നു. SH4NUX പറയുന്നു അതിലും റോങ് ടേൺ ഉണ്ട് എന്ന് പറയുന്നു. ചിലരൊക്കെ ഉണ്ണി മുകുന്ദനെ, വിനോദ് കുമാർ പറയുന്നു ഉണ്ണി മുകുന്ദനെ ഇങ്ങനെ ചില രാഷ്ട്രീയക്കാരൊക്കെ അധിക്ഷേപിക്കുന്നു. അത് രാഷ്ട്രീയം നോക്കിയാണ്. അപ്പോൾ they couldn't fail the movie, now using the same movie to destroy his career എന്നാണ്. അപ്പോൾ രാഷ്ട്രീയമായി ഉണ്ണി മുകുന്ദനെ ആക്രമിക്കാൻ വേണ്ടിയാണ് ഈ നീക്കം നടത്തുന്നത് എന്ന് വിനോദ് കുമാർ ആരോപിക്കുന്നു. അത് എത്രമാത്രം ശരിയാണെന്ന് എനിക്കറിയില്ല. റഹീം എന്നോടൊപ്പം കോഴിക്കോട് നിന്ന് ചേരുന്നു അല്ലേ? റഹീമ കേൾക്കാമോ? എനിക്ക് തോന്നുന്നു ടി വിയിൽ ശ്രദ്ധിക്കാതെ ഫോണിലേക്ക് സംസാരിക്കുക. എനിക്ക് ഗുഡ് ഈവനിങ്. എന്തുണ്ട് വിശേഷം? സുഖമായിരിക്കുന്നു. റഹീമ, കുറെ ദിവസമായല്ലോ പൊതുവേദിയിലേക്ക് വിളിച്ചിട്ട്. ഈ ടി വിയിലേക്ക് ശ്രദ്ധിക്കാതെ ഈ ഫോണിലേക്ക് ശ്രദ്ധിക്കൂ. കുറെ ദിവസമായല്ലോ പൊതുവേദിയിലേക്ക് വിളിച്ചിട്ട്. കുറെ ദിവസമായല്ലോ പൊതുവേദിയിലേക്ക് വിളിച്ചിട്ട്. അത് സാറെ കിട്ടണ്ടേ? എനിക്ക് ഒരുപാട് പറയാനൊക്കെ ഉണ്ട്. ആണോ? അതെ സാറേ, ഞാൻ ഫോണിലേക്കാണ്. ശരി. അപ്പൊ എന്താണ് പ്രശ്നം? സാറേ, സിനിമക്കാരെ മറ്റുള്ളവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. സ്വയം മക്കള് തീരുമാനിക്കണം, നമുക്ക് പഠിക്കണം, നമുക്ക് നന്നാവണം. അപ്പൊ ആരെയും കുറ്റം പറഞ്ഞ കാര്യമില്ല. അവനവന്റെ ഉള്ളിൽ ഒരു താല്പര്യം വരണം അല്ലേ? യെസ്, എനിക്ക് തോന്നുന്നത് ഫോണിൽ സംസാരിക്കുന്നതിൻ്റെ ഒരു വ്യത്യാസം വരുന്നുണ്ട്. ഏതായാലും ശ്രീ റഹീമ, നമുക്ക് തുടർന്ന് സംസാരിക്കാം. കൃഷ്ണദത്ത് MS പറയുന്നു ബാൻ ഫോറിൻ സിനിമ, ക്യാൻ എനിവൺ, റൈറ്റ് മൈൻഡ് സെറ്റ് ഈസ് ഇമ്പോർട്ടൻ്റ് എന്നുള്ളത്. അത് കൃഷ്ണദത്തിൻ്റെ ആ ഒരു നിലപാട് ശരിയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം നമുക്കങ്ങനെ സിനിമകൾ മുഴുവൻ നിരോധിക്കാൻ കഴിയില്ല. അപ്പോൾ നല്ലൊരു മനസ്സോടുകൂടി കാഴ്ചപ്പാടാണ് അതിൽ വേണ്ടത്. വർക്കലയിൽ നിന്നൊരു പ്രേക്ഷകൻ നമുക്കൊപ്പം ചേരുന്നുണ്ട്.
പേര് പറയാമോ? ഹലോ ഹലോ ഷിനോയ്. അതെ ഷിനോയ്, യെസ്, ഞാൻ ഷിനോയിലേക്ക് മടങ്ങി വരാം. ശ്രീ ജോയ് മാത്യു എന്നോടൊപ്പം ചേരുന്നുണ്ട്. ശ്രീ ജോയ് മാത്യു, താങ്കൾ ഇങ്ങനെ വലിയ ക്രൂരമായ സിനിമകളൊന്നും അഭിനയിച്ച് ആരും കണ്ടിട്ടില്ല. പക്ഷേ ഒരു പ്രേക്ഷകരോട് താങ്കൾക്ക് നൽകാനുള്ളൊരു സന്ദേശം എന്താണ്? ഒരു സിനിമ കാണുമ്പോൾ അത് അമാനുഷികരായ ആളുകൾ വേണമെന്ന് ചിലർ ആഗ്രഹിക്കുന്നു, ചിലർ അതിൽ വയലൻസും ഇതൊക്കെ നമ്മുടെ സമൂഹത്തിൻ്റെ ഭാഗമാണെന്ന് ആഗ്രഹിക്കുന്നു, കാണുന്നു. പക്ഷേ ഒരു സിനിമ കാണുമ്പോൾ ഒരു പ്രേക്ഷകൻ ഏത് തരത്തിൽ ആ സിനിമയെ ഉൾക്കൊള്ളണം എന്നാണ് താങ്കൾ അവർക്ക് നിർദ്ദേശിക്കുന്നത്? ഇത് എന്താന്ന് വെച്ചാല്, ഈ സിനിമയിൽ നിന്നും സ്വാധീനം ഉണ്ടാവാം, ഇല്ലാന്ന് ഞാൻ പറയുന്നില്ല. സിനിമ സമൂഹത്തെ സ്വാധീനിക്കാം. എന്നാൽ സിനിമയിലേക്ക് വരുന്ന പല കാര്യങ്ങളും സമൂഹത്തിൽ നടക്കുന്ന കാര്യങ്ങളാണ് വരുന്നത്. നടക്കാത്ത കാര്യങ്ങളും താങ്കൾ പറഞ്ഞ മാതിരി അമാനുഷികമായ കാര്യങ്ങളും നമ്മൾ സിനിമയെ കാണുന്നുണ്ട്. കാരണം അടുത്ത കാലത്തൊന്നും സിനിമയിലൊക്കെ തന്നെ ഒന്നും സംഭവിക്കാത്ത കാര്യങ്ങളാണ്. അപ്പൊ നമ്മൾ പറയുന്നത് ഈ കലാകാരന്മാരുടെ ഭാവനയാണ്. ഭാവനയിൽ എന്തും ചെയ്യാലോ. ഭാവനയിൽ ആകാശത്തോടെ നമുക്ക് പുഷ്പകമാനം വരെ വർദ്ധിക്കാം. അപ്പം ഇത് ഭാവനയാണ്. ഭാവനയിൽ ഇങ്ങനത്തെ വയലൻസ് ഉണ്ടാവും എന്ന് പറയുന്നു. അത് ശരിക്കൊരു അത്തരം ഭാവനയുള്ള ആൾക്കാരെ മനോരോഗ വിദഗ്ധരെ കാണിക്കണം എന്ന് എന്റെ അഭിപ്രായം. കാരണം നമ്മൾ ഒരു സൊസൈറ്റിയിലേക്ക് കൊടുക്കുന്ന ഒരു പ്രോഡക്റ്റ് ആണ് സിനിമ എന്ന് പറഞ്ഞാൽ, അല്ലേ? ആ പ്രോഡക്റ്റ് കൊടുക്കുമ്പോൾ നമ്മൾ ആ സൊസൈറ്റിയിൽ ജീവിക്കുന്ന ഒരു മനുഷ്യനിലേക്ക് നമ്മൾ അതിനോട് ചില സത്യസന്ധത കാണിക്കേണ്ടതുണ്ട്. നമുക്ക് പണം മാത്രം ലക്ഷ്യം വെച്ച്, ലാഭം മാത്രം ലക്ഷ്യം വെച്ച് ഒരു മുതലാളിത്ത രീതിയിൽ ഇതിനെ സമീപിക്കുമ്പോഴാണ് നമ്മൾ ഏറ്റവും വിഷം ഇതിൽ ചേർക്കാൻ നിർബന്ധിതരാകുന്നത്. ഞാൻ അങ്ങനത്തെ സിനിമകളിൽ അധികം അഭിനയിച്ചിട്ടുമില്ല. ഞാൻ അത്ര സിനിമകൾ എടുക്കാൻ ഉദ്ദേശിക്കുന്നുമില്ല. സിനിമ ഒരു ആർട്ട് എന്ന നിലയിൽ അതിന്റെ നിർമ്മാതാക്കളും പ്രേക്ഷകരും എല്ലാവരും സമീപിക്കണമെന്നാണ്, അല്ലേ? ആർട്ടാണ് ഇത് ഒരു വ്യാവസായികമായ കലയാണത്. പണം മുടക്കിയിട്ടുള്ള കല തന്നെയാണത്. മറ്റേതൊരു കലാരൂപത്തെക്കാളും കൂടുതൽ പണം മുടക്കിയിട്ടുള്ള ഒരു വ്യവസായമാണ്. അതാണ് സിനിമ ഇൻഡസ്ട്രി എന്ന് പറയുന്നത്, അല്ലേ? എല്ലാവരും പറയുന്നത് മിനിസ്റ്റർ ആണെങ്കിലും അല്ലെങ്കിൽ നമ്മൾ താഴെത്തട്ടിലാണെങ്കിലും സിനിമക്കാർ പറയുന്നത് ഫിലിം ഇൻഡസ്ട്രി എന്ന് പറയാം. ഇതൊരു ഇൻഡസ്ട്രിയൽ പ്രോഡക്റ്റ് ആണ്. എന്ന് വെച്ചാൽ ഒരു വ്യാവസായികമായ ഒരു കലാരൂപമാണ്. പക്ഷെ അത് ഒരു സമൂഹത്തിന് ഗുണകരമല്ലാത്ത രീതിയിൽ, അപകടകരമായ രീതിയിൽ നമ്മൾ കൊടുക്കുന്നത് നമ്മൾ ലഹരി മരുന്ന് വിൽക്കുന്ന പോലെ തന്നെയാണ്, അല്ലേ? നമ്മൾ സിന്തറ്റിക് ഡ്രഗ്സ് വിൽക്കുന്ന പോലെ തന്നെയാണ് ഇത്തരം വയലൻസ് കുത്തി നിറച്ചിട്ടുള്ള സിനിമകൾ സമൂഹത്തിലേക്ക് കൊടുക്കുന്നത്. അത് തീർച്ചയായും തെറ്റായ പ്രവണതയാണ്. അത് ശരിയല്ല എന്ന് തന്നെ എൻ്റെ അഭിപ്രായം. യെസ്, വളരെ നന്ദി. താങ്കളുടെ ആ ഒരു സന്ദേശം നമ്മുടെ പ്രേക്ഷകർ നല്ല രീതിയിൽ ഉൾക്കൊള്ളും ഒപ്പം തന്നെ സിനിമ നിർമ്മിക്കുന്നവർ ഉൾക്കൊള്ളുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. പൊതുവേദിയോടൊപ്പം ചേർന്നതിന് വളരെയധികം നന്ദി. തിരക്കുള്ള സമയമാണെന്നൊക്കെ എന്നോട് നേരത്തെ പറയുകയും ചെയ്തിരുന്നു. യെസ്, ഏതായാലും വളരെ നന്ദി. ബിനോയ് എന്നോടൊപ്പം ചേരുന്നത്. ഷിനോയ് പൊതുവേദിയിലേക്ക് വിളിച്ചിട്ട് കുറേ ദിവസമായി, അല്ലേ? കിട്ടുന്നില്ല സാറേ, വിളിച്ചിട്ട്. ഇതെന്താണ് ഈ പൊതുവേദിയിലേക്ക് വിളിച്ചിട്ട് ആർക്കും കിട്ടുന്നില്ല എന്നാണ് പറയുന്നത്? എനിക്ക് തോന്നുന്നു അത്ര ചില സമയത്ത് തിരക്കുണ്ടാവും, ഞാൻ ഇല്ലെന്ന് പറയുന്നില്ല. എന്തായാലും അതല്ല സാറ്, അല്ല അരമണിക്കൂർ പ്രോഗ്രാം 1 മണിക്കൂർ ആയിട്ടും ആ തിരക്ക് വർദ്ധിക്കുകയാണ്. അത് ശരി. അല്ല, മാത്രമല്ല നമ്മുടെ പൊതുവേദി ഇപ്പൊ പല തരത്തിലുള്ള ആളുകൾ അതിലേക്ക് കാണുന്നു. ഇപ്പൊ എന്നെ ഏറ്റവും അധികം സന്തോഷിപ്പിക്കുന്ന ഒരു കാര്യം, നിരവധി ആളുകൾ പല മേഖലകളിൽ പ്രവർത്തിക്കുന്നവർ. ഇപ്പോൾ ഞാൻ പ്രവാസികളുടെ കാര്യം ഒരു ദിവസം ചർച്ച ചെയ്തപ്പോൾ പ്രവാസികളായ ആളുകൾ, നമ്മൾ സ്ഥിരം സംസാരിക്കുന്നവർ തന്നെ അവർ പ്രവാസികളായ അവരുടെ അനുഭവങ്ങളൊക്കെ പങ്കുവയ്ക്കുന്നു. ഇപ്പോൾ നോക്കൂ, സിനിമയെക്കുറിച്ച് സംസാരിച്ചപ്പോൾ നമ്മുടെ കോളർമാരെല്ലാം സിനിമയുമായി ബന്ധപ്പെട്ട ആളുകളുണ്ട്. ഈ കേരളത്തിൽ നമ്മൾ ഈ കാര്യം ചർച്ച ചെയ്യുന്നു എന്നത് വളരെ സഗൗരവം പൊതുപ്രവർത്തകർ ഉറ്റുനോക്കുന്നു. അങ്ങനെ ഇതിന് ഒരു വലിയ പ്രാധാന്യം വരുന്നുണ്ട്. അപ്പോൾ അത് നമ്മുടെ കൂട്ടായ ഒരു നേട്ടമായിട്ട് തന്നെയാണ് ഞാൻ കാണുന്നത്. ഏതായാലും ശ്രീ ഷിനോയ് സിനിമയൊക്കെ താല്പര്യമുള്ള ആളാണോ? ഈ ഫൈറ്റും വയലൻസും ഒക്കെ ഇഷ്ടപ്പെടുന്ന ആളാണോ? അയ്യോ, ഫൈറ്റും വയലൻസും ഇഷ്ടപ്പെടുന്ന ഒരാളാന്ന് ചോദിച്ചാൽ അത് നമ്മളെ ഇടയ്ക്ക് വേണമെങ്കിൽ നായകൻ 2 ഇടിയൊക്കെ കൊടുക്കാൻ ഒരു വില്ലൻ വേണം, അല്ലേ? അങ്ങനെയാണ്. എപ്പോഴും നമ്മൾ ഈ കഞ്ഞിയും പയറും മാത്രം കുടിച്ചാൽ ശരിയാവോ? ഇടയ്ക്ക് ബിരിയാണി തിന്നൂലേ നമ്മുടെ ലൈഫില്? അപ്പൊ അതുപോലെ തന്നെയാണ് ഇത്, എല്ലാം ബാലൻസ് ചെയ്ത് വരണം. പക്ഷെ ഇതൊരു വലിയൊരു ഇൻഡസ്ട്രിയാണ്, ഒരുപാട് പേർക്ക് അന്നം കൊടുക്കുന്ന ഒരു ഇൻഡസ്ട്രിയാണ്. അപ്പൊ അതിനെ ബാൻ ചെയ്യണമെന്നൊക്കെ പറയുന്നത് തെറ്റിദ്ധാരണയാണ് സാറേ. ഇവിടെ ചെയ്യേണ്ടത് സാറ് ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മളിപ്പോ ഈ സിനിമയെ കുറിച്ച് പറയുമ്പോ നമ്മുടെ മോഹൻലാല്, മമ്മൂട്ടി, സുരാജ് വെഞ്ഞാറമൂട് അടക്കം ലഹരിക്ക് എതിരെയുള്ള ഇത് റെയിൽവേക്കൊക്കെ വേണ്ടി ചെയ്തിട്ടുണ്ട്. അതാരും ചർച്ച ചെയ്യുന്നില്ല. അപ്പൊ അതേസമയം നമ്മൾ ഈ മയക്കുമരുന്ന് വരുന്ന സംഭവങ്ങൾ സർക്കാർ ഇടപെട്ട് തീർക്കേണ്ട കാര്യങ്ങളാണ്. സ്കൂളുകളിൽ തൊട്ടുള്ള
അടുത്തുള്ള ഷോപ്പുകളിലൊക്കെ കിട്ടുന്ന ഒരുപാട് കേസുകൾ പിടിക്കുന്നുണ്ടല്ലേ. സർക്കാർ ഇടപെട്ട് അത് തീർക്കണം. അല്ല സിനിമേനെ മാത്രം പഴി ചാടുന്നത് ശരിയല്ല. ഈ സിനിമയിൽ കാണിക്കുന്നത് നമ്മുടെ ചുറ്റുപാട് നടക്കുന്ന കാര്യങ്ങളാണ് സിനിമകളിലൂടെ നമ്മൾ വിഷ്വൽ ചെയ്ത് കാണിക്കുന്നത്. അപ്പൊ അതൊരു ഒറിജിനാലിറ്റി പോലെ നമുക്ക് തോന്നുമെങ്കിൽ അത് നമ്മുടെ ചുറ്റുപാടിൽ ഉള്ള കാര്യങ്ങളാണ് കാണിക്കുന്നത് എന്ന് പറഞ്ഞ് ഇപ്പൊ മാർക്ക് കൊടുത്തുള്ള സിനിമകളെ ഞാൻ ന്യായീകരിക്കുന്നതല്ല. അത് ജോൺ വിക്കിയുടെ ഇംഗ്ലീഷ് പടങ്ങളിലും ഒക്കെ ഉണ്ട് അത്തരം വയലൻസുകൾ. പറഞ്ഞു മനസ്സിലായില്ലേ? അത് സ്വാധീനിക്കില്ല, അത് ചെറുപ്പക്കാരിലൊന്നും സ്വാധീനിക്കില്ല. കാര്യം നമ്മളിവിടെ കുറച്ചുകൂടെ 18 വയസ്സുള്ള ആൾക്കാർക്ക് അറിയാം തെറ്റേത് ശരിയേതെന്നുള്ളത്. നമ്മൾ ചെയ്യേണ്ടത് ഈ മയക്കുമരുന്നുകൾ വരുന്ന കണ്ടന്റുകൾ ഇപ്പൊ അത് സർക്കാർ ഇടപെട്ട് നിർത്തലാക്കുക. വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം. അതാണ് ഈ മയക്കുമരുന്നിനെയൊക്കെ അതിൻ്റെ ഇപ്പം നമ്മൾ പലപ്പോഴും ഈ കുട്ടികളെ അങ്ങ് വല്ലാതെ ഉപദേശിക്കുകയാണ്. കുട്ടികൾ അങ്ങനെ പോകണം, കുട്ടികൾ ഇങ്ങനെ പോകണം. അപ്പോൾ അതിന് പകരം ഒരു കുട്ടി മയക്കുമരുന്ന് ഉപയോഗിക്കുന്നത് കണ്ടെത്തിയെന്ന് ധരിക്കുക. ആ കുട്ടിക്ക് അത് എവിടെ നിന്ന് കിട്ടി? കാരണം കുട്ടികളാരും കേരളത്തിൽ മയക്കുമരുന്നോ MDMA ഒന്നും ഉണ്ടാക്കുന്നില്ല. ഇതാരുണ്ടാക്കുന്നു? ഇതിൻ്റെ ഉറവിടം എവിടെയാണ്? അവിടെ ചെന്ന് അത് പിടികൂടാൻ കഴിയാത്തിടത്തോളം കാലം നമ്മൾ ഈ റോട്ടിലെ കുഴി പോലെയാണിത്. അത് വെട്ടിച്ച് കടക്കാൻ കഴിയുന്നവർ രക്ഷപ്പെട്ടു, അല്ലാത്തവർ ആ കുഴിക്കകത്ത് വീഴുക തന്നെ ചെയ്യും. അപ്പോൾ ഇതിൻ്റെ ഉറവിടം, മയക്കുമരുന്ന് നിർമ്മാണത്തിൻ്റെ ഉറവിടം എവിടെ എന്ന് കണ്ടെത്തിയാണ് അതിനെ നേരിടണമെന്നാണ് എൻ്റെ അഭിപ്രായം. മോഹൻ ES പറയുന്നത് സിനിമ കണ്ട് നശിക്കണമെങ്കിൽ സിനിമ കണ്ട് നന്നാകണ്ടേ എന്നാണ് ചോദിക്കുന്നത്. അതൊരു ചോദ്യമാണ്. സിനിമ കണ്ട് നന്നാകുന്നവരുണ്ടോ എന്ന് ചോദിച്ചാൽ ചിലപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടാവും. ചിലപ്പോൾ നമുക്ക് ചില സിനിമകളൊക്കെ കാണുമ്പോൾ നമ്മൾക്ക് തന്നെ അതൊന്ന് പുനർവിചിന്തനം ചെയ്യാനുള്ള ഒരുപാട് സാഹചര്യങ്ങൾ അത് തരും. നല്ല മനുഷ്യനാക്കി നമ്മളെ മാറ്റാൻ ചിലപ്പോൾ സിനിമ സഹായിക്കും. അതിനാൽ എല്ലാവർക്കും ഗാന്ധി സിനിമ ഫ്രീ ആയി കാണിക്കണം എന്ന് പറയുന്നു. ഗാന്ധിജിയുടെ സിനിമ കാണിക്കുന്നത് നല്ലതാണ്. കാരണം ഗാന്ധിജി അനുഭവിച്ച ഒരു ത്യാഗവും അദ്ദേഹം സ്വപ്നം കണ്ട ഒരു ഇന്ത്യയും അത് നമ്മുടെ നാടിനെന്നും ആവേശമാണ്. ആ ഗാന്ധിജിയുടെ ഓർമ്മകൾ എല്ലായ്പ്പോഴും അത് ചലച്ചിത്ര രംഗത്തിലൂടെ ആയിക്കോട്ടെ അല്ലെങ്കിൽ പുസ്തകങ്ങളിലായിക്കോട്ടെ എങ്ങനെയെങ്കിലും അതൊക്കെ ആളുകളിലേക്ക് എത്തിക്കുക എന്നത് വളരെ നല്ല കാര്യമാണ്. പാബ്ലോ എന്നോട് നമുക്കൊപ്പം ചേർന്നിട്ടുണ്ട്. പാബ്ലോന് എൻ്റെ ഹായ് ഞാനും പറയുന്നു. അടുത്ത പ്രേക്ഷകൻ തൃപ്പൂണിത്തറയിൽ നിന്ന് തിലകനാണ്. ശ്രീ തിലകൻ. യെസ്, നമസ്കാരം. ശ്രീ തിലകൻ വരുമ്പോൾ എനിക്ക് വലിയ ഒരു സന്തോഷവും ആവേശമാണ്. തിലകന് അതിൻ്റെ കാരണമൊക്കെ അറിയാം. എന്തായാലും അടിപൊളി ഷർട്ടും കോട്ടൊക്കെയാണ് ഒരു ഭംഗിയുണ്ട്. അതെ അല്ലേ? കണ്ടോ, ഇതാണ് ഞാൻ പറഞ്ഞില്ലേ ശ്രീ തിലകൻ വരുമ്പോൾ എനിക്ക് സന്തോഷം തോന്നുന്നതിൻ്റെ ഒരു കാരണം ഇതാണ്. കാരണം എന്നെ വേറൊരു കാര്യം പറയട്ടെ, ഈ പുകഴ്ത്തലല്ല, ഞാൻ സത്യം പറയാം. ഇന്നലെ തന്നെ സാറ് ചെയ്തില്ലേ ഒരു പരിപാടി, മറ്റേ വീണ ജോർജിന്റെ കാര്യം വേറെ ഇതൊക്കെ എടുത്തിട്ട് ഇന്നലെ ചെയ്തില്ലേ, അതിന്റെ സത്യാവസ്ഥയ്ക്ക് വേണ്ടി സാറ് ശ്രമിച്ചല്ലോ. അത് നല്ലൊരു കാര്യമായിരുന്നു സാറേ. ഞാൻ ഇതിനകത്ത് പറയാനുള്ളതേ, ഹലോ, ഈ സ്വാധീനം ഈ പറഞ്ഞ പോലെ നമ്മുടെ കണ്ണ് കാഴ്ചക്കും ചെവിയും ഒക്കെ നമ്മൾക്ക് കാഴ്ചക്കും ചിന്തയ്ക്കും വലിയ മാറ്റം വരണം. അപ്പൊ പറക്കുന്ന ജീവികളിൽ തേനീച്ച എത്രയോ ചെറുത്, എങ്കിലും അവ ഉൽപ്പാദിപ്പിക്കുന്ന വസ്തു മാധുര്യമുള്ളിൽ അത് ശ്രേഷ്ഠ എന്നൊരു വാക്യുണ്ട്. ഈ തേനീച്ച അവരെ ഉൽപാദനമാണ്. അപ്പൊ വളരെ ചെറുതാണെന്ന് പറയുന്നത്, പക്ഷെ ഉൽപ്പാദിപ്പിക്കുന്നത്. ഇപ്പൊ ഒരു ചേച്ചി വിളിച്ചിട്ട് പറഞ്ഞില്ലേ സിനിമ നന്നാകാനുള്ള പിള്ളേര് നന്നാകുമെന്ന്. ഞാൻ ചില പിള്ളേര് നന്നാകാൻ വേണ്ടി നല്ലത് എന്തെങ്കിലും കിട്ടുമെന്നുള്ള പ്രതീക്ഷയിലാണ് ചിലപ്പോ തിയേറ്ററിൽ പോയിരിക്കുന്നത്. ഞാൻ പറഞ്ഞതേ, തിയേറ്ററിൽ പോയിരിക്കുന്ന സമയത്തായിരിക്കും അവരറിഞ്ഞോ അറിയാതെ ഇങ്ങനെ വയലൻസിൽ വരികയും അവരുടെ അകത്ത് കിടക്കുന്ന പകയും അവരുടെ അകത്ത് കിടക്കുന്ന ഈ തിന്മയുടെയൊക്കെ ഇങ്ങനെ കയറ്റി കൊണ്ടിരുന്ന തരത്തില് അവരുടെ ഹൃദയം നല്ലത് ഉൽപ്പാദിപ്പിക്കുന്ന ആഗ്രഹമുണ്ട്. ഞാൻ വേറൊരു കാര്യം കൂടി പറഞ്ഞു ഞാൻ നിർത്താം. ഒരിക്കലും ഒരു അച്ഛൻ വായിച്ചു വെച്ചിരിക്കുന്ന പുസ്തകം ഈ അച്ഛൻ വായിച്ചപ്പോ വളരെ ശ്രദ്ധിച്ച് കേൾക്കണം കേട്ടോ സാറേ, ഇതൊരു ഗുണം ചെയ്യുമെന്ന് എനിക്ക് തോന്നണം. ഈ അച്ഛൻ വായിച്ചു വെച്ചിരിക്കുന്ന പുസ്തകം വായിച്ചുകൊണ്ടിരിക്കുമ്പോ അച്ഛൻ ബീഡി വലിച്ചിട്ടുണ്ടായിരുന്നു. ഈ ബീഡിയുടെ കുറ്റിയും ഈ അച്ഛൻ അത് അപ്പുറത്തേക്ക് പോയി ഈ വായിച്ച ഭാഗത്തേക്ക് വെച്ചിട്ട് അച്ഛൻ അപ്പുറത്തേക്ക് പോയി. കുറച്ച് കഴിയുമ്പോ ഒരു കൊച്ചു വന്നിട്ട് എങ്ങനെയോ അച്ഛൻ വരാൻ വൈകി. അപ്പൊ കൊച്ചു വന്നിട്ട് പുസ്തകം നോക്കിയിരുന്നപ്പോ ഈ ബീഡി ഇരിക്കണ അവനെടുത്ത് ബീഡി വലിച്ചെന്നാ പറയണത്. അപ്പൊ ആരാണ് തെറ്റുകാരൻ? അച്ഛൻ തന്നെയാണ്. അപ്പൊ എന്ന് പറഞ്ഞ പോലെ ഏതൊരു കുഞ്ഞും വന്നിട്ട് പുസ്തകം നോക്കാനാ വന്നു. അവന് കിട്ടിയിരിക്കുന്ന ഇതാ, ഇതിനകത്ത് കിട്ടിയപ്പോ അവന് ഇതെന്താണെന്ന് അറിയാൻ വേണ്ടി സ്വന്തം നോക്കി എന്ന് പറഞ്ഞ പോലെ നമ്മുടെയൊക്കെ വീടുകളിലും അതുപോലെ തന്നെ സിനിമകളിലും അതുപോലെ തന്നെ സ്കൂളുകളിലെല്ലാം സ്വാധീനം. ഇപ്പൊ തന്നെ പിണറായി വിജയൻ പറഞ്ഞത് നമുക്ക് സ്വാധീനിക്കില്ല. അദ്ദേഹം പറഞ്ഞ എന്താണ് മറ്റേ ചെടിച്ചട്ടിയുടെ കാര്യം, അദ്ദേഹം അതിനെക്കുറിച്ച് പറഞ്ഞ കാര്യം നിങ്ങൾക്ക് അറിയാലോ സാറേ. നിയമസഭയുടെ അകത്ത് ഒരു മുഖ്യമന്ത്രി പറയുന്ന ഭാഷയിലല്ല അദ്ദേഹം പറഞ്ഞത്. അദ്ദേഹം പറഞ്ഞത് എന്താണ്, ഞാൻ ബ്രഹ്മൻ കോളേജിൽ
മറ്റേ സുധാകരൻ വന്നപ്പോ ഞാനൊരു പ്രത്യേക തരം പൂട്ടുകൂട്ടി ഇടിച്ച് പഴയ വിജയനായിരുന്നെങ്കിൽ എന്നും പറയുന്നുണ്ട് രാഷ്ട്രീയ നേതാക്കന്മാർ, SFIയുടെ നേതാക്കന്മാർ, KSUവിന്റെ നേതാക്കന്മാർ, BJPയുടെ ആൾക്കാർ, ഇവരെല്ലാം സ്വാധീനിക്കുന്നുണ്ട്. നമുക്ക് ഇവരെല്ലാം ഞങ്ങളുടെ വായിൽ നിന്നും ഞങ്ങളുടെ വാക്കുകളിൽ നിന്നൊക്കെ നല്ലത് വരണം. നല്ലത് നമ്മുടെ നാവ് ഏറ്റവും വലുതാണ്, ഏറ്റവും വലിയ തീയ. അത് നമ്മുടെ ശരീരഘടന തീയ. അപ്പൊ നമ്മുടെ നാവും ചിന്തകളും എഴുത്തുകൾക്കൊക്കെ വലിയ മാറ്റം ഉണ്ടാകേണ്ട കാലഘട്ടമാണ് സാറേ. നന്മയ്ക്ക് വേണ്ടി നമ്മുടെ പിള്ളേരെ നശിക്കാൻ പാടില്ല. ഒരു കുഞ്ഞിനെ ഞാൻ മുഖാന്തരം, എന്റെ നോട്ടം മൂലം, എന്റെ വാക്കുകൾ മൂലം, എന്റെ പ്രവൃത്തി മൂലം നശിപ്പിക്കില്ല എന്നുള്ള തീരുമാനം എല്ലാ മണ്ഡലത്തിൽ നിന്നും ഉണ്ടാകട്ടെ. രാഷ്ട്രീയ മണ്ഡലത്തിലും സിനിമാ മണ്ഡലത്തിലും സാഹിത്യ മണ്ഡലത്തിലും എല്ലാത്തിൽ നിന്നും ഒരു പുനർവിചിന്തനം ഉണ്ടാകണം. അങ്ങനെ നമ്മുടെ കേരളം നന്നാകണം എന്നുള്ള ആഗ്രഹം വ്യക്തമാണ്. ഏതായാലും തിലകന്റെ പ്രതികരണം കൃത്യമാണ്. കൃഷ്ണദാസ് പറയുന്നു ബിരിയാണി നിരോധിച്ചിട്ട് കുഴിമന്തി പ്രൊമോട്ട് ചെയ്യുന്ന കാലം എന്ന് പറയുന്നു. എന്താണ് ഉദ്ദേശിച്ചതെന്ന് എനിക്ക് മനസ്സിലായില്ല. ദിലീപ് കുമാർ പറയുന്നു ചെമ്മീൻ എന്ന സിനിമ ലോകമുള്ള കാലം കുഞ്ഞുങ്ങൾക്ക് പോലും അറിയാം, പക്ഷേ ഒരു 10 വർഷത്തിനകം വന്ന ഒരു സിനിമയുടെ പേര് പോലും ഓർക്കുന്നില്ല. അതാണ് ഇപ്പോഴത്തെ സിനിമ എന്നാണ്. ഞാൻ ആ ദിലീപ് കുമാർ നമ്മുടെ സ്ഥിരം പ്രേക്ഷകനാണ്, അതുകൊണ്ട് മാത്രമല്ല ദിലീപ് കുമാറിൻ്റെ ആ ഒരു നിലപാടിനോട് ഞാൻ യോജിക്കുകയാണ്. കാരണം നമ്മളിപ്പോൾ സന്ദേശം ഒരു സിനിമ സത്യനന്ദിക്കാടിൻ്റെ അത് എത്രയോ കാലങ്ങളായി, അതിപ്പോൾ ഈ അടുത്ത് വന്ന പോലെ നമുക്ക് തോന്നുകയാണ്. അല്ലെങ്കിൽ പഞ്ചാബി ഹൗസ് എത്രയോ കാലമായി നമ്മളിപ്പോഴും ആ സിനിമ ഓർക്കുന്നു, അതിലെ രംഗങ്ങൾ ആസ്വദിക്കുന്നു. പക്ഷേ മറ്റു പല സിനിമകൾ ഇത് വന്നുപോയത് ആരും അറിഞ്ഞില്ല. ചിലപ്പോൾ ആ ദിവസങ്ങളിലൊക്കെ നമ്മൾ അതിനെക്കുറിച്ച് ചർച്ച ചെയ്തിട്ടുണ്ടാകാം, പക്ഷെ പിന്നീട് അത് കാണാനില്ല. ഈ അദ്വിത് എന്തോ ഇതെവിടെയൊക്കെ നടക്കുന്നത് എന്തോ സംസാരിക്കുന്നതെല്ലാം പൊട്ടത്തരമാണ് എന്ന തരത്തിലൊരു കമൻറ്റ് ഇട്ടിരിക്കുന്നത്. എൻ്റെ അദ്വിത്, ഇത് നമ്മളൊരു പ്രധാനപ്പെട്ട കാര്യം ചർച്ച ചെയ്യുകയാണ്, പൊതുവേദി ആ വിഷയം ചർച്ച ചെയ്യുകയാണ്. അപ്പോൾ ഇതൊന്നും ഒരു പ്രധാനപ്പെട്ട വിഷയമല്ല എന്ന തരത്തിലുള്ള ഇത്തരം പ്രതികരണങ്ങൾ ഒഴിവാക്കുക എന്നുള്ളതാണ്. ഇത് ആളുകൾക്ക് ഒരു പൊതു കാര്യം ചർച്ച ചെയ്യാനുള്ള ഒരു ഇടമാണ്, അതിനെ ആ നിലയ്ക്ക് നല്ല രീതിയിൽ പ്രയോജനപ്പെടുത്തുക എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഷാജി ഭാസ്കരൻ പറയുന്നു പിണറായിയെ തുടർച്ചയായി സുധാകരൻ ഉൾപ്പെടെ ആക്ഷേപിച്ചപ്പോൾ അതിന് മറുപടി പറഞ്ഞിട്ട് അതിന് നിയമസഭയിലല്ല മിസ്റ്റർ തിലകൻ. ഓക്കെ തിലകനുള്ള മറുപടിയാണ്. സുധാകരൻ ഉൾപ്പെടെ ആക്ഷേപിച്ചപ്പോൾ അതിന് മറുപടി പറഞ്ഞിട്ടുണ്ട്, അത് നിയമസഭയിലല്ല മിസ്റ്റർ തിലകൻ. ഓക്കെ ശരി. ഉണ്ണികൃഷ്ണൻ എന്നോടൊപ്പം ചേരുന്നു കൊല്ലത്ത് നിന്നാണ് അല്ലേ ശ്രീ ഉണ്ണികൃഷ്ണൻ? അതെ, ഈ അവരിപ്പോ സിനിമയുടെ തോളിലോ ഈ ലഹരിയുടെ തോളിലോ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് അങ്ങനെ വഴുതി മാറി 2 ദിവസം കഴിയുമ്പം ആ സിദ്ധാർത്ഥന്റെ പോലെ അങ്ങ് പോവുക. ഇപ്പൊ മിഹിർ എന്ന കൊച്ചിനെ ഗ്ലോബൽ പബ്ലിക് സ്കൂളിലെ ആ കൊച്ചിൻ്റെ അതിനൊന്നും ആരുമില്ല, അത് തനിയെ ആത്മഹത്യ ചെയ്ത വേറെ കാര്യമൊന്നും ഇല്ലെന്ന് പറഞ്ഞിരിക്കുക. ഈ അമ്മമാര് നഷ്ടപ്പെട്ട മക്കളുടെ അമ്മമാരെല്ലാം അവിടെ ഒത്തുകൂടുന്ന ഈ സിദ്ധാർത്ഥന്റെ അമ്മ ഈ കോട്ടയത്തെ റാലിനെ കഴിഞ്ഞ ആ കോമ്പസിറ്റ് കുത്തുന്ന അന്നത്തെ ദിവസം അതിന്റെ അടുത്ത ദിവസം പറഞ്ഞു. അപ്പൊ ഇങ്ങനെയുള്ള നഷ്ടപ്പെട്ട അമ്മമാരും അച്ഛന്മാരും സഹോദരന്മാരും ഇങ്ങനെയുള്ളവരെല്ലാം അവിടെ ഒത്തുകൂടിയിട്ട് പല വാട്സപ്പ് ഗ്രൂപ്പുകളുണ്ടല്ലോ, അതുപോലെ ഒരു പുതിയൊരു ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ട് എല്ലാ അമ്മമാരും അച്ഛന്മാരും ഇതേപോലെ നഷ്ടപ്പെടാത്തവരും കൂടെ ചേർന്ന് മറ്റേ ആ സിനിമാ നടി പറഞ്ഞ കണക്കൊന്നും നടക്കത്തില്ല, ഞാനാണെങ്കിൽ ആ കൊന്നിട്ടൊരു ജയിലിൽ പദം നടക്കത്തില്ല, ഒന്നിച്ചിട്ട് ഈ നിയമം, അതായത് ആ ടീച്ചർ പറഞ്ഞത് ആ നിയമത്തിനെ അങ്ങോട്ട് മാറ്റണം. നിയമത്തെ മാറ്റം അന്ന് എഴുതിയപ്പോ ഇതൊന്നും ശരി കുഴപ്പമില്ലാത്ത കാര്യം. നമ്മൾ 88 പഠിക്കുന്ന സമയത്താണ് മഹാഭാരതം ഇറങ്ങിയത്. ആ മഹാഭാരത സമയത്ത് അതിനകത്തോടെ അമ്പും മില്ലും മറ്റേ ഇതൊക്കെ വരുന്നതൊക്കെ ഉണ്ട്. അന്നും പറഞ്ഞാൽ നമ്മളന്ന് അമ്പും മില്ലും വിട്ടു 1-2 പ്രാവശ്യം ചെവിയിലൊക്കെ കണ്ണിക്കൊണ്ട് അപ്പോഴും നമ്മൾ അച്ഛനും അമ്മയൊക്കെ ശ്രദ്ധിച്ചു. ഇന്ന് ഈ അച്ഛനും അമ്മേനെ ശ്രദ്ധിക്കുക, അതൊരു പ്രധാന അച്ഛനും അമ്മേനെ ശ്രദ്ധിക്കുന്നില്ല. എന്നിട്ട് 12ാം ക്ലാസ് കഴിയുമ്പോൾ അവൻ പറയുക വീട് പണിയം വെച്ചിട്ട് കേരളത്തിൽ പുറത്ത് പഠിക്കാൻ പോകുന്നപ്പോൾ അതും ഒന്ന് കേൾക്കുക. അച്ഛനും അമ്മയും അതിനകത്ത് വീണ്. നമുക്ക് മറ്റു പ്രേക്ഷകർ കൂടി കാത്തു നിൽക്കുന്നത് കൊണ്ടാണ്. വളരെ നന്ദി താങ്കളുടെ പ്രതികരണം. ബിജി, വളരെ ചുരുങ്ങിയ വാക്കുകളിൽ അരീക്കോട് എന്നാണ് വിളിക്കുന്നത് അല്ലേ? അരീക്കോട് ബൈജീവാണ്. ബൈജീവ്. അരീക്കോട് എന്ന് വെച്ചാൽ നമ്മൾ കണ്ണൂരുള്ള അരീക്കോട്, കോഴിക്കോട്, മലപ്പുറത്ത് അരീക്കോട്. അരീക്കോട് മലപ്പുറം. ഏതായാലും പൊതുവേദിയിൽ നമ്മുടെ ഒരു കോൾ അറ്റൻഡ് ചെയ്തതിന് വളരെ സന്തോഷം. ഞങ്ങൾക്കും ഒരു സന്തോഷമാണ്. അരീക്കോട് നിന്ന് നമ്മുടെ ഒരു പ്രേക്ഷകൻ നമുക്ക് അവിടെ പൊതുവേദി കാണുന്നു എന്നറിയുന്നതിൽ സന്തോഷം, ഇങ്ങോട്ട് വിളിക്കാൻ തയ്യാറായി എന്നതിലും സന്തോഷം. ശ്രീ ബൈജീവ് ഏത് രംഗത്ത് പ്രവർത്തിക്കുന്നയാളാണ്? ഞാൻ ഹയർ സെക്കൻഡറി സ്കൂളിലെ അധ്യാപകനാണ്. ഞാനൊരു അധ്യാപകനെ കാത്തിരിക്കുകയായിരുന്നു. ഈ കുട്ടികളെ ഇങ്ങനെ അടിയും പിടിയും ലഹളയും ഒക്കെ ഉണ്ടാക്കുമ്പോൾ അത് സിനിമയാണോ അതിന് കാരണം എന്നൊരു വലിയ ചോദ്യം ഉയരുകയാണ്. അധ്യാപകർ അവർക്ക് വടി തിരിച്ചു വേണം എന്ന് പറയുന്നുണ്ട്. ശ്രീ ബൈജീവിന് വടി കിട്ടിയാൽ കൊള്ളാമെന്നുണ്ടോ? വടി കിട്ടുക എന്നുള്ളതല്ല, സത്യത്തിൽ ഇത്തരം വിഷയങ്ങളൊക്കെ വന്നപ്പോ ഒരു പൊതുശത്രുവിനെ നമുക്ക് വേണ്ടിയിരുന്നു. അതിന് സിനിമയുടെ പേരിലാണ് എല്ലാവരും പൊതുശത്രുവായിട്ട് കാണുന്നത്. സത്യത്തിൽ സിനിമ മാത്രമല്ല
ഇത്തരം വിഷയങ്ങൾക്ക് ഒരു കാരണമായിട്ടുള്ള. സിനിമ ഒരു ഘടകം മാത്രമാണ്. നേരത്തെ ജോയ് മാത്യു സാറ് പറഞ്ഞ പോലെ തന്നെ സമൂഹത്തിലുള്ള പ്രതിഫലനമാണ് സിനിമയിലേക്ക് വരുന്നത്. വയലൻസ് രംഗങ്ങളും ഡ്രഗ്സ് ഉപയോഗിക്കുന്നു, നായകന്മാരൊക്കെ ഡ്രഗ്സ് ഉപയോഗിക്കുന്ന വളരെ കോമൺ ആയിട്ട് വരുന്നത് കൊണ്ട് തന്നെ അതൊക്കെ ജീവിതത്തിന്റെ ഭാഗമാണെന്ന് കുട്ടികൾ ചിന്തിച്ചു പോയാൽ അവരെ കുറ്റം പറയാൻ കഴിയില്ല നമുക്ക്. അപ്പൊ അത്തരം ലഹരി ഉപയോഗങ്ങൾ വരുമ്പോൾ സ്വാഭാവികമായിട്ടും സമൂഹത്തിൽ ക്രൈം കൂടാനുള്ള സാധ്യതകളും ഉണ്ട്. അപ്പോൾ ഏതായാലും നമ്മുടെ കുട്ടികളെ നല്ല മാർഗത്തിലേക്ക് നയിച്ചേ നമുക്ക് മതിയാകൂ. അതിന് അധ്യാപകരും രക്ഷിതാക്കളും സമൂഹവും മാധ്യമങ്ങളും എല്ലാം ഒറ്റക്കെട്ടായി നിൽക്കണം, അല്ലേ ശ്രീ ബൈജിയും? ഏതായാലും അരീക്കോടെന്ന് രക്ഷിതാക്കള് ജാഗ്രത പുലർത്തേണ്ടത് വളരെ അത്യാവശ്യം. എന്താ ഇവർ PTA മീറ്റിംഗ് വിളിക്കുമ്പോൾ ഒന്നും വരുന്നില്ലേ ബൈജിയെ? PTA മീറ്റിംഗിൽ പലപ്പോഴും നമുക്കൊരു 100% അറ്റൻഡൻസ് പല സ്കൂളുകളിലും ഉണ്ടാവാറില്ല. പിന്നെ ഹയർ സെക്കൻഡറി മേഖലയിലൊക്കെ ഉള്ള ഒരു വിഷയം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ കുട്ടികൾക്ക് റിക്രിയേഷനുള്ള സമയം വളരെ കുറവാണ്. രാവിലെ 8:45 ക്ലാസ് തുടങ്ങി കഴിഞ്ഞാൽ വൈകുന്നേരം 4:45 വരെ ക്ലാസ് ആണ് കുട്ടികൾക്ക്. ആ കുട്ടികളുടെ സ്ട്രെസ് ആൻഡ് സ്ട്രെയിൻ മാറ്റാൻ വേണ്ടിയിട്ടുള്ള സമയങ്ങളും സംവിധാനങ്ങളും ഒക്കെ ഒന്ന് മാറ്റി മറിക്കേണ്ടതുണ്ട് എന്ന് തോന്നുന്നു. വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം. ഒരു അധ്യാപകന്റെ പ്രതികരണമാണ്. ധാരാളം അധ്യാപകർ പൊതുവേദിയുടെ പ്രേക്ഷകരാണ്. അത് വളരെ പ്രാധാന്യത്തോടു കൂടിയാണ് പൊതുവേദി കാണുന്നത്. കാരണം ഒരു തലമുറയെ വാർത്തെടുക്കേണ്ട അധ്യാപകർക്ക് കുട്ടികളെ പഠിപ്പിക്കാൻ കഴിയും, ഒപ്പം പൊതുവേദിയിലെത്തുമ്പോൾ അവർക്ക് പൊതുജനങ്ങളോടും സംവദിക്കാൻ കഴിയും എന്നതാണ് അതിലെ കാര്യം. ടെക് ATM പറയുന്ന ലഹരി മരുന്ന് വാങ്ങുന്നവൻ മുതൽ പുറകോട്ട് അന്വേഷിച്ചു പോലെ ഇവിടെ സപ്ലൈ ചെയ്യുന്നവനെ കണ്ടെത്താൻ സാധിക്കും എന്നാണ്. അത് വളരെ കൃത്യമാണ്. അങ്ങനെ ഒരു സംഭവം ഞാൻ ഓർക്കുകയാണ്. കാരണം കണ്ണൂരിൽ അന്ന് ഒരു കമ്മീഷണർ അവിടെ ഒരു ചെറിയ ലഹരി വേട്ട നടത്തിയ അതിൽ പിടികൂടി. അപ്പോൾ അയാൾ അതിൻ്റെ പിന്നാമ്പുറങ്ങൾ അന്വേഷിച്ചു പോയി. അപ്പോൾ അത് കൊറിയറിലാണ് വരുന്നതെന്ന് മനസ്സിലാക്കി, ടൂറിസ്റ്റ് ബസ്സിൻ്റെ ബാക്കിൽ വരുന്നു എന്നത് കണ്ടെത്തി. അങ്ങനെ അതൊക്കെ അന്വേഷിച്ച് ചെല്ലുമ്പോൾ പലപ്പോഴും ഇതിൻ്റെ വിപണന കേന്ദ്രങ്ങളായി നിൽക്കുന്നത് സ്ത്രീകളാണ്. അപ്പോൾ സ്ത്രീകൾ വന്ന് ഈ കൊറിയർ കളക്ട് ചെയ്യുമ്പം അത് അവരെ പിടികൂടുന്നു. പിന്നെ അത് അന്വേഷിച്ച് പോകുന്നു. അപ്പോൾ അവരുടെ ബന്ധു ബാംഗ്ലൂരിൽ നിന്നാണ് അയച്ചു കൊടുക്കുന്നത് മനസ്സിലാകും. ബന്ധുവിനെ അന്വേഷിച്ച് പോകുന്നു. അപ്പോൾ ഇത് ചെന്നെത്തുന്നത് ഒരു നൈജീരിയൻ കേന്ദ്രത്തിലാണ്, നൈജീരിയക്കാർ താമസിക്കുന്ന ഒരിടത്തിലാണ്. അവരെയൊക്കെ പിടിക്കുന്നു. അപ്പോൾ അങ്ങനെ ഇതിൻ്റെ വേരുകൾ അന്വേഷിച്ചു പോയി ആളുകളെ പിടികൂടിയാൽ ഇത് വലിയ തോതിൽ നമുക്ക് തടയാൻ കഴിയും. ഓക്കെ, സതി ബാബുരാജ് നമ്മുടെ സ്ഥിരം പ്രേക്ഷക നമുക്കൊപ്പം ചേർന്നിട്ടുണ്ട്. സതി ബാബുരാജ്, ഹായ് മനു, ഗുഡ് ഈവനിങ്. ഐ ടോൾഡ് മൈ ഫ്രണ്ട് ടു സീ ദിസ് പ്രോഗ്രാം, സോ ദേ ആർ ഇൻട്രസ്റ്റിംഗ്ലി സീയിങ് ദിസ് പ്രോഗ്രാം. ഓക്കെ, താങ്ക് യു സതി ബാബുരാജ്. അവരുടെ സുഹൃത്തുക്കളോടൊക്കെ പൊതുവേദി കാണാൻ പറയുന്നു, സന്തോഷം. മാത്രമല്ല സതി ബാബുരാജ് ഇടയ്ക്ക് നമ്മുടെ പൊതുവേദിയിലേക്ക് ഒരു ദിവസം വിളിക്കുകയും ചെയ്തിരുന്നു. അവരും കുടുംബവും ഈ പൊതുവേദി കാണുന്നു എന്നതൊരു സന്തോഷം. മാത്രമല്ല അവർ പൊതുരംഗത്ത് പ്രവർത്തിക്കുന്ന സന്നദ്ധ പ്രവർത്തക കൂടിയാണ് എന്നതും ഒരു വലിയ സന്തോഷമുള്ള കാര്യമാണ്. അച്യുതൻ കോഴിക്കോട് നിന്നാണ് നമുക്കൊപ്പം ചേരുന്നത്. ശ്രീ അച്യുതൻ, വളരെ ചുരുങ്ങിയ വാക്കുകളിൽ. ശ്രീ അച്യുതൻ, നമസ്കാരം. കഴിഞ്ഞ ദിവസം നമുക്ക് സംസാരിക്കാൻ പറ്റിയില്ല, ഇടയ്ക്ക് ഫോൺ കട്ടായി. എനിക്ക് 10-70 വയസ്സായി. കുറെ കാലം മുന്നേ പഴയ സിനിമകളൊക്കെ കണ്ട് നല്ല നല്ല ഗാനങ്ങളുണ്ട് അതിന്റെ അകത്ത്. ഇന്ന് അതെല്ലാം പോയോ? എല്ലാ ഗാനങ്ങളും കൂടെ അല്ല. ഈ ഗാനത്തിൽ കൂടെ തന്നെ മനുഷ്യന്റെ മനസ്സുകളെ നിയന്ത്രിക്കാൻ വേണ്ടി സാധിക്കും കുറച്ച് സമയങ്ങളിൽ. ഇന്നിപ്പോ അതൊന്നുമില്ല. ഇന്ന് വെറും അടിയും പിടിയും കുത്തും മുറിയും ലഹരി ഉപയോഗിക്കുന്ന ഭാഗം കൂടെ കാണിക്കുന്നുണ്ട്. മാറ്റണമെന്നാണ് താങ്കളുടെ അഭിപ്രായം അല്ലേ? അതൊന്നും സെൻസർ ചെയ്യാതെ വിടണത്. അതൊക്കെ ഒരു സെൻസറിങ്ങിന് വിധേയനാക്കാനുള്ള നടപടിയില്ല. പിന്നെ ഇത് വെറും സിനിമാക്കാരടുത്ത് മാത്രം വെച്ചിട്ട് കാര്യമില്ല. സിനിമാ നടന്മാരും ഇതിൽ പങ്കാളികളാണ്. ഇതിന്റെ സിനിമ ഇറക്കണമല്ലോ പറ്റിയിട്ട് കാര്യമില്ല. സിനിമാ നടന്മാർ ലഹരി ഉപയോഗിച്ച് എത്ര പിടിക്കണില്ലേ? കൂടുതൽ പ്രേക്ഷകർ കാത്തു നിൽക്കുന്നുകൊണ്ടാണ് ശ്രീ അച്യുതൻ. വളരെ നന്ദി താങ്കളുടെ പ്രതികരണത്തിന്. അച്ചൂസ് വേൾഡ് എന്നോട് ചോദിക്കുന്നത് ഒരു ഹായ് തരാമോ എന്നാണ്. അച്ചൂസ് വേൾഡിന് 1 2 3 ഹായ് തന്നിരിക്കുന്നു. അപ്പോൾ ഹായ് അച്ചൂസ് വേൾഡ് നമ്മുടെ പൊതുവേദിക്കൊപ്പം ചേർന്നിരിക്കുന്നു എന്നറിഞ്ഞതിൽ സന്തോഷം. ശ്രീമതി ജയ കൊല്ലത്ത് നിന്നാണ് നമുക്കൊപ്പം ചേരുന്നത്. ശ്രീമതി ജയ, കഴിഞ്ഞ ദിവസം നമ്മൾ സംസാരിക്കുമ്പോഴേക്കും നമ്മുടെ സമയം അവസാനിച്ചു പോയി. നമുക്കത് കൂടുതൽ മുഴുവിക്കാൻ കഴിഞ്ഞില്ല. ഏതായാലും ഇന്ന് ശ്രീമതി ജയ വീണ്ടും വിളിച്ചിരിക്കുന്നു. പൊതുവേദിയുടെ സ്ഥിരം പ്രേക്ഷകനാണ്. ഭർത്താവിനെയും കൂട്ടിയാണോ ഒന്ന് പൊതുവേദി കാണുന്നത്? നമസ്കാരം മനു. നമസ്കാരം. ഹസ്ബൻഡ് അടുത്തിരിപ്പുണ്ട്. എന്റെ അന്വേഷണങ്ങൾ അറിയിക്കണം. പൊതുവേദിയുടെ അന്വേഷണങ്ങളൊക്കെ കിട്ടുന്നില്ല. പക്ഷേ ആണോ? അതെ. പിന്നെ നമ്മള് ഈ സിനിമയെ മാത്രം കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. സിനിമ കാണാൻ പോകുമ്പം നല്ല കാര്യങ്ങൾ മാത്രം എടുക്കുക. പിന്നെ സിനിമയ്ക്ക് കുറച്ച് ഇതുണ്ട്, ഇൻഫ്ലുവൻസ് ഉണ്ട്. പക്ഷെ എല്ലാം നമുക്ക് സിനിമയ്ക്ക് പറയാൻ പറ്റില്ല. കൊച്ചുങ്ങൾ വീട്ടിൽ നിന്നും ചില കാര്യങ്ങൾ പഠിക്കുന്നുണ്ട്. അച്ഛൻ കുടിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ 2 കൂട്ടുകാരുമായിട്ട് വന്നിരുന്ന് കുടിക്കുമ്പോ ആ പൊടിക്കുഞ്ഞാണെങ്കിൽ അത് എന്ന് കാണും. അപ്പൊ ആ കൊച്ച് സോഡ വേണ്ടേ എന്നൊക്കെ ചോദിക്കുന്നത്
നമ്മൾ ഞാൻ കണ്ടിട്ടുണ്ട് കുഞ്ഞു കൊച്ചുങ്ങള്. അപ്പൊ അതൊക്കെ ആ പിള്ളേരുടെ മനസ്സിൽ ഇങ്ങനെ വളർന്നുകൊണ്ടിരിക്കുകയല്ലേ. അപ്പൊ അതൊക്കെ നമ്മൾ വീട്ടിൽ നിന്നേ കുറച്ച് നമ്മൾ നിയന്ത്രണം ഏർപ്പെടുത്തണം. പിന്നെ ഭാഷയിൽ നിയന്ത്രണം ഏർപ്പെടുത്തണം. സിനിമയിലുണ്ട് കുറച്ച് ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്, പക്ഷെ ഫുള്ള് സിനിമയുടേതല്ല. ചെന്താമര എത്ര സിനിമ കണ്ടിട്ടാ ഇപ്പൊ എത്ര പേരെ കൊന്നു, അതൊന്നും നമുക്ക് പറയാൻ പറ്റത്തില്ല മനു. പിന്നെ കുഞ്ഞു മനസ്സിൽ കയറി കൊള്ളുന്ന കാര്യങ്ങള് അവരിൽ നിന്നും മാറ്റാനും പറ്റത്തില്ല. അതുകൊണ്ട് നമ്മൾ തന്നെ കുറച്ച് കൺട്രോൾ ചെയ്ത് മക്കളെ വളർത്തണം. ഏതായാലും പൊതുവേദിയിലേക്ക് ശ്രീമതി ജയ നമ്മുടെ ഒരു സ്ഥിരം പ്രേക്ഷകയാണ്. അവർ വിദേശത്തൊക്കെ ജോലി ചെയ്ത് ഇപ്പോൾ നാട്ടിലെത്തിയിരിക്കുകയാണ്. അപ്പോൾ സ്വാഭാവികമായും പൊതുവേദിയുടെ ഒരു സ്ഥിരം പ്രേക്ഷക കൂടിയാണ്. ഷിബു എന്നോട് പറയുന്നത് ഗുഡ് ഈവനിങ്, ഐ എം ഫ്രം സൗദി. യെസ് ഷിബു, ഈ നമ്മുടെ പ്രവാസികൾ പൊതുവേദിയുടെ ഒരു ശക്തിയാണ്. അതുകൊണ്ട് തന്നെ സൗദിയിൽ നിന്ന് വിളിക്കുന്നു എന്ന് പറയുമ്പോൾ എനിക്കത് വലിയ സന്തോഷം നൽകുന്നതാണ്. മനുജി, ഗ്രൂമിംഗ് ഓഫ് ചിൽഡ്രൻ ബിഗിൻസ് അറ്റ് ഹോം to build a solid foundation, but unfortunately parents are busy with social media എന്നാണ് ഷിബു കൃഷ്ണൻ പറയുന്നത്. ഷിബു പറഞ്ഞത് വളരെ ശരിയാണ്. കാരണം നമ്മൾ പലപ്പോഴും നോക്കുമ്പോൾ ആളുകൾ ഈ ഫേസ്ബുക്കും മറ്റതുമൊക്കെ നോക്കി ഫോണിലിരിക്കുന്നു. കുട്ടികളുമായി സംവദിക്കാൻ അവർക്ക് നേരമില്ല. കുട്ടികളെ നമ്മളിപ്പോൾ ഒന്ന് സംവദിക്കാം എന്ന് വിചാരിച്ച് അവരെ ഒന്ന് അടുത്തേക്ക് വിളിച്ചാൽ അവർ ഈ മൊബൈൽ ഗെയിമുകളും ഒക്കെ ആയിട്ട് തിരക്കിലാണ്. നമ്മളൊക്കെ വീട്ടിലേക്ക് ചെല്ലുമ്പോൾ കുട്ടികളെ കാണാനൊക്കെ നോക്കുമ്പോൾ അവരെപ്പോഴും തിരക്കിലായിരിക്കും. അപ്പോൾ അങ്ങനെയോ ഒരു പ്രശ്നമുണ്ട്. ഏതായാലും സൗദിയിൽ നിന്നാണ് ഷിബു ചേർന്നിരിക്കുന്നത്. ഷിബു, സൗദിയിലെ എല്ലാ സുഹൃത്തുക്കൾക്കും പൊതുവേദിയുടെ ആശംസകൾ അറിയിക്കണം. അവിടെ നിന്ന് പൊതുവേദിയിലേക്ക് പ്രതികരിക്കാൻ കാണിച്ച താല്പര്യത്തിന് ഞാൻ നന്ദി പറയുകയാണ്. സതീഷ് പുലിയൂർ പറയുന്നു, സിനിമാക്കാരെ മാത്രം കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, നമ്മൾ ഓരോരുത്തരും കുറ്റക്കാരാണ്, അത് കറക്റ്റാണ്. അച്ചൂസ് വേൾഡ് പറയുന്നു, ലഹരി കൂടുതൽ കാരണം സർക്കാർ ശ്രദ്ധിക്കണം എന്ന് പറയുന്നു. ലഹരി ഉപയോഗിക്കുന്നതൊക്കെ തടയാൻ സർക്കാർ ശ്രദ്ധിക്കണമെന്ന് പറയുന്നു. യെസ്, അതും കറക്റ്റാണ്, എല്ലാവരും ശ്രദ്ധിക്കണം. സ്പോർട്സ് ഗുരു പറയുന്നു, നമസ്കാരം മനുബായ്, എത്ര മെസ്സേജ് അയച്ചാലും പോകുന്നില്ല എന്നോ, അതെന്താ പോകാത്തത്? ഏതായാലും ശ്രീ രമേഷ് കുമാർ നമുക്കൊപ്പം ചേർന്നു എന്നറിഞ്ഞതിൽ സന്തോഷം. ഈ മെസ്സേജ് കിട്ടിയല്ലോ. യെസ്, ഷിബു പറഞ്ഞതിനോട് യോജിക്കുന്നു എന്ന് അച്ചൂസ് വേൾഡും പറയുന്നു. അപ്പോൾ പൊതുവേദിയിലെ പ്രേക്ഷകരുടെ പ്രതികരണങ്ങൾക്കും ചില പ്രതികരണങ്ങൾ വരുന്നു. മാമച്ചൻ എറണാകുളത്ത് നിന്നാണ് വിളിക്കുന്നല്ലേ? ശ്രീ മാമച്ചൻ. ഹലോ. ശ്രീ മാമച്ചന് എന്ത് തോന്നുന്നു? ശ്രീ മാമച്ചൻ, ഗുഡ് ഈവനിങ്. ഗുഡ് ഈവനിങ്. എങ്ങനെയാണ് ഈ സിനിമ നമ്മളെ വഴിതെറ്റിക്കോ ശ്രീ മാമച്ചൻ? അതെ, എന്റെ അഭിപ്രായത്തില് സാറേ, എനിക്ക് 2 മക്കളാണ്. ഒരു പ്രായപൂർത്തിയായി കല്യാണമൊക്കെ കഴിച്ചവരാണ്. അവർ രണ്ടുപേരും പുകവലിക്കുകയില്ല, മദ്യപിക്കുകയില്ല. വെരി ഗുഡ്. എന്നാൽ ഞാൻ അല്പം മദ്യപിക്കുകയും പുകവലിക്കുകയും ചെയ്യുന്ന ആളാണ് കേട്ടോ. പക്ഷെ അപ്പൊ മക്കളൊന്നും അതിനെതിരെ മോശമാണ്, നിർത്തണമെന്ന് പറയുന്നില്ല. അവരെ ആകർഷിക്കാൻ പറ്റിയ രീതിയിലോ ഞാൻ വീട്ടിലിരുന്ന് മദ്യപിക്കുകയോ പുകവലിക്കുകയോ അങ്ങനെ ഒന്നും ചെയ്യുന്ന ആളല്ല. സിനിമയുടെ പുറത്ത് വെക്കുന്നതിനേക്കാൾ നല്ലത് നമ്മള് മാതാപിതാക്കള് മക്കളെ കുടുംബത്തിൽ മുതൽ തുടങ്ങണം. അത് പെൺകുട്ടി ആയിക്കോട്ടെ ആൺകുട്ടി ആയിക്കോട്ടെ. കുടുംബത്തിൽ നിന്ന് അവന്റെ സ്കൂളിലേക്ക് നമ്മൾ പറഞ്ഞു വിടുന്ന അധ്യാപകരെ കരുതി വെക്കുക. അവൻ സ്കൂളിൽ പോയിട്ട് അവന്റെ കൂട്ടുകാരാരാണ്, അവന്റെ അധ്യാപകരാരാണ്, അവൻ ആവശ്യപ്പെടുന്ന പൈസ എന്തിനു വേണ്ടിയിട്ടാണ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ അന്വേഷിക്കും. ഞാൻ അങ്ങനെയൊക്കെ ചെയ്തിരുന്ന ആളാണ്. അങ്ങനെ വരുമ്പോഴത്തേക്ക് ആ അധ്യാപകരോട്, ഇപ്പൊ അധ്യാപകർക്കൊന്നും മിണ്ടാൻ പറ്റില്ല. കൊച്ചു വീട്ടിൽ വന്നൊന്ന് പറഞ്ഞാൽ മതി, എന്നെ സാറ് കണ്ണും വിളിച്ച് കാണിച്ചെന്ന് ചോദിച്ച ഉടനെ എന്നെ മാതാപിതാക്കള് സാറിനോട് ചോദിക്കുകയല്ല, പെറ്റീഷൻ കൊടുക്കുകയാണ്. ഏതായാലും അത് വ്യക്തമാണ്. അപ്പൊ അധ്യാപകർക്ക് കുറച്ചുകൂടെ നിയന്ത്രണം നൽകണം എന്നാണ് പറയുന്നത്. മാതാപിതാക്കളും ശ്രദ്ധിക്കണം. യെസ്, വ്യക്തമാണ്. പ്രസന്നൻ കേസ് പറയുന്നത്, സിനിമ പിടിക്കുന്നവരുടെ ഉദ്ദേശം നാട്ടുകാർ നന്നാകലല്ല, അവരുടെ ലക്ഷ്യങ്ങൾ വേറെയാണ്. സിനിമയല്ല വിജയം, ഭരണം, പൈസ ഉണ്ടാക്കുക എന്നതാണ് അവരുടെ ലക്ഷ്യം എന്ന് പ്രസന്നൻ കേസ് പറയുന്നു. സുനിൽ NS എന്നോട് പറയുന്നത്, കൊലയ്ക്കും കൊള്ളയ്ക്കും കാരണം മദ്യവും മയക്കുമരുന്നുമാണ്. മുഴുവൻ ഉത്തരവാദിത്വം സിനിമയുടെ തലയിൽ വെച്ച് തടിയൂരാൻ ശ്രമിക്കുന്നത്. മയക്കുമരുന്നും വ്യാപാരം തടയാൻ കഴിയാത്തത് സർക്കാർ രക്ഷപ്പെടാൻ ഒരു അവസരം ഒരുക്കുകയാണ്, എല്ലാം സിനിമയുടെ തലയിൽ വെച്ച് എന്ന് പറയുന്നു. അതും ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. കൊള്ളക്കാരെയും അതുപോലെ മയക്കുമരുന്ന് വിൽപ്പനക്കാരെയും ഒക്കെ നമുക്ക് പിടികൂടേണ്ടതുണ്ട്. എന്നോടൊപ്പം നമ്മുടെ ഒരു സ്ഥിരം പ്രേക്ഷകൻ സ്കറിയ ചെറുപുഴയിൽ നിന്ന് ചേരുകയാണ്. ശ്രീ സ്കറിയ, ഈ പൊതുവേദിയിലേക്ക് വിളിച്ച് കുറേ ദിവസമായല്ലോ, എന്നെയും മറന്നുപോയി, തിരക്കിൽപ്പെട്ടു അല്ലേ? എന്താണ് തിരക്കിലാണ്? ഫുൾ തിരക്കിലാണ് അല്ലേ? ഇല്ലില്ല, ഞാൻ ഇന്നലെ വിളിച്ചായിരുന്നു. ഇന്നലെ പക്ഷെ ഞാൻ കുറച്ച് ദിവസമായിട്ടില്ലല്ലോ.
അത് ശരിയാണ്. ഞാൻ രണ്ടു ദിവസം ഉണ്ടായില്ല. അത് ശരിയാണ്. ഞാൻ വിളിക്കുന്നുണ്ട് മനോ. പിന്നെ നമ്മൾ മാത്രമല്ലല്ലോ, ബാക്കിയുള്ളവർക്കാണ് നമ്മൾ അവസരം കൊടുക്കണ്ടേ. അത് കറക്റ്റാണ്, അതും ശരിയാണ്. അപ്പൊ നമ്മൾ ഇതിലെല്ലാം അഭിപ്രായം പറയുന്നത്. പിന്നെ എനിക്കൊരു കാര്യം പറയാനുണ്ട്. നമ്മളൊരു കാര്യം പറഞ്ഞ് പൂർത്തിയാക്കുന്നതിന് ഇവിടെ ഫോൺ കട്ട് ചെയ്യുകയാണ്. അതാണ് വിഷയം. ആരാ കട്ട് ചെയ്യണേ? അത് ചെയ്യാൻ പാടില്ല. കാരണം എന്റെ ഒരു ആശയം എന്താണെന്നുള്ളത് പൊതുജനം അറിയണ്ടേ. അതെ അതെ. അപ്പൊ ഞാൻ ഇതിനകത്ത് പറയുന്നത് സിനിമയൊന്നും അല്ല. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഈ സമൂഹത്തിൽ നടക്കുന്ന എല്ലാ കാര്യങ്ങൾക്കും പിള്ളേർ അഡിക്റ്റ് ആയി പോകണ്ടേ. സിനിമയല്ല, നമ്മുടെ വ്യക്തി ജീവിതത്തിൽ നമ്മുടെ കുടുംബമാണ്. കുടുംബത്തിൽ നിന്നും തുടങ്ങണം. മാതാപിതാ ഗുരു ദൈവം എന്നാണ് പറയുന്നത്. മാതാപിതാക്കന്മാർ ചെയ്യുന്നതിന്റെ ഒരു ദൂഷ്യഫലം ഇതിനകത്തുണ്ട്. പണ്ട് കാലത്ത് അങ്ങനെയല്ല. പണ്ട് കാലത്ത് എന്ന് പറഞ്ഞാൽ ദാരിദ്ര്യം, ബുദ്ധിമുട്ട്, പൈസയ്ക്ക് സാമ്പത്തികം. ഇന്ന് പൈസ ഉണ്ടായി വീഴുന്ന പിള്ളേരുടെ വായിൽ പോലും 500 രൂപയായിട്ടാണ് ഇറങ്ങുന്നത്. അതല്ല വേണ്ടത്. പിന്നെ രണ്ടാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ പഞ്ചായത്ത് തലത്തിലും സ്കൂൾ തലത്തിൽ തുടങ്ങി ഒരു ജനകീയ കൂട്ടായ്മ അല്ലെ ഒരു കമ്മിറ്റി ഉണ്ടാക്കണം. അല്ല രാഷ്ട്രീയമല്ല ഇതിനകത്ത്. എല്ലാരെയും കൂടെ അതിനകത്ത് ഉൾക്കൊള്ളിച്ചുകൊണ്ട് സ്കൂൾ പരിസരങ്ങളിൽ ഈ കമ്മിറ്റി കൃത്യമായി ഇടപെടുകയും ആരാണ് ലഹരി വിളിക്കുന്നതെന്നും അവരെ കയ്യോടെ പിടിക്കുകയും അത് സ്റ്റേഷനിൽ കൊണ്ടുപോവുകയും കോടതിയിൽ ഹാജരാക്കുകയും ഇവരെ പുറത്തിറക്കാൻ. ഇവിടെ എന്നാ സംഭവിക്കുന്നത്? ലഹരി പിടിക്കുന്ന ഒരാളെ സ്റ്റേഷനിലേക്ക് ചെല്ലുന്നതിന് ഇപ്പം രാഷ്ട്രീയക്കാർ അവരെ ഇറക്കാൻ അവിടെ താല്പര്യമായിട്ട് നിൽക്കുക. അത് മാറ്റണം. രാഷ്ട്രീയക്കാർ, എല്ലാ രാഷ്ട്രീയ പാർട്ടിക്കാരും, അതിനകത്ത് ഒരു രാഷ്ട്രീയ പാർട്ടിക്കാർ മാത്രമല്ല, എല്ലാ രാഷ്ട്രീയ പാർട്ടിക്കാരും. പിന്നെ മൂന്നാമത്തെ കാര്യം, സ്കൂളുകളിൽ PTA വിളിക്കുമ്പോൾ കാർന്നോന്മാർ പോകാതെ ഈ കുട്ടികളുടെ കാർന്നോന്മാർ പോയി പങ്കെടുക്കാൻ ശ്രദ്ധിക്കണം. ഇവിടെ മുഴുവൻ PTA യോഗങ്ങളിൽ പങ്കെടുക്കാൻ വരുന്നത് അവരുടെ അമ്മമാരാ. അമ്മമാർക്ക് എന്താ, എന്റെ കുട്ടി ഒരിക്കലും മോശമാണെന്ന് സാറോ അല്ലെങ്കിൽ പൊതുവിനോ. പണ്ട് അങ്ങനെയല്ല. പണ്ട് നമ്മൾ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അയലോകത്തുള്ള ആൾ പറഞ്ഞിട്ട് നമുക്ക് തടി കിട്ടുമായിരുന്നു. ഇല്ലേ? ഇന്ന് കുട്ടി സിഗരറ്റ് വലിക്കുന്നു അല്ലെങ്കിൽ ഈ ലഹരി ഉപയോഗിക്കുന്നു എന്ന് പറയുമ്പോൾ ആ കുട്ടിയുടെ പിതാവ് പറയുന്ന അല്ലെങ്കിൽ മാതാവ് പറയുന്ന എന്റെ കുട്ടി വലിക്കും അല്ലെ എന്റെ കുട്ടി ചെയ്യും, തനിക്ക് എന്താണ്? അപ്പൊ സമൂഹം മാറി. എനിക്ക് പറയാൻ പേടിയാണ്, മനുവിന് പറയാൻ പേടിയാണ്. പണ്ട് അങ്ങനെയല്ല. പണ്ട് ഒരു കുട്ടി കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ അയലോക്കാരനോ സാറോ പറഞ്ഞാൽ അന്ന് ആ കുട്ടിയുടെ പേരിൽ നടപടി ഉണ്ടാവുമായിരുന്നു. വീട്ടിൽ നിന്നും. ഇന്ന് പറയുന്നതിന്റെ കാരണം എന്നാ മനു? ഇന്ന് പറയുന്നത് എന്റെ കുട്ടി അങ്ങനെ ചെയ്താൽ തനിക്കെന്നാ. അപ്പൊ ഇതിനകത്ത് ഏറ്റവും വലിയ വിഷയം വന്ന, പണ്ട് കാലത്ത് സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ട്, ഇന്ന് സാമ്പത്തികം എല്ലാവർക്കും ഉണ്ട്. ഇതെല്ലാം ഒരു നയം സാമ്പത്തികം. പിന്നെ ഇത് സിനിമയാണ് അല്ലെങ്കിൽ അങ്ങനെയാണ്. സിനിമയാണെങ്കിൽ പിന്നെ എല്ലാവരും ഈ വാക്കുകൾ ഉപയോഗിക്കുമ്പോൾ രാഷ്ട്രീയ നേതാക്കന്മാരാണെങ്കിലും സാറുമാരാണെങ്കിലും വീട്ടിലുള്ള കാർന്നന്മാരാണെങ്കിലും ഈ കുട്ടികളോട് നല്ലത് പറഞ്ഞു കൊടുക്കാൻ പഠിക്കണം. പിന്നെ കുട്ടികൾ ഒരു 5:30-6 മണി കഴിഞ്ഞ് വീട്ടിന് പുറത്തു പോയി എന്ന് അന്വേഷിക്കണം. പിന്നെ ഒരൊറ്റ കാര്യങ്ങൾ പറയട്ടെ മനു, ഞങ്ങളുടെ ഇവിടുത്തെ ചെറുപുഴയിലെ JM UP സ്കൂളിന്റെ ബാഡ്മിന്റൺ ജൂബിലിയാണ്. അതിന്റെ ഡേറ്റ് ഞാൻ കൃത്യം പറയാം. നിങ്ങളത് കവർ ചെയ്യാൻ പറഞ്ഞു. അത് നമുക്ക് ഏറ്റവും നല്ലത് അതിന്റെ ദൃശ്യങ്ങൾ നമുക്ക് ഇങ്ങ് എടുത്ത് അയച്ചു തരികയാണെങ്കിൽ നമുക്ക് വാർത്ത കൊടുക്കാം. അല്ലെങ്കിൽ ഞാൻ നോക്കട്ടെ അവിടെ ആരെയാണ് നമുക്ക് നമ്പർ. എനിക്ക് എന്റെ നമ്പർ ഉണ്ട്. എനിക്കൊന്ന് വാട്സപ്പ് ഇടുവോ മനു? നമ്പർ യെസ്, ആ നമ്പർ ഞാൻ കളക്ട് ചെയ്യാൻ പറയാം. അപ്പോൾ ഫോൺ കട്ട് ചെയ്യാതിരുന്നാൽ മതി, അവിടെ കളക്ട് ചെയ്തോളും. ഓക്കെ, യെസ്, വ്യക്തമാണ്. ഒരു ചെറിയ ഇടവേള നമുക്ക് അനിവാര്യമാണ്. ഒരു ഇടവേള എടുത്ത് നമുക്ക് പെട്ടെന്ന് മടങ്ങിയെത്താം. ഷോർട്ട് ബ്രേക്ക്. യെസ്, പൊതുവേദി തുടരുന്നു. എറണാകുളത്ത് നിന്ന് ശ്രീ ഏലിയാസ് ആണ് നമുക്കൊപ്പം ചേരുന്നത്. ശ്രീ ഏലിയാസ് ഒരു മാസത്തിൽ എത്ര സിനിമ കാണും? ഞാൻ ഏലിയാസിലേക്ക് മടങ്ങി വരാം. എനിക്ക് അദ്ദേഹവുമായി ടെലിഫോൺ ബന്ധത്തിൽ ഒരു ചെറിയ പ്രശ്നം വന്നിരിക്കുക. ഏതായാലും ഈ മാർക്കോ സിനിമയുടെ നിർമ്മാതാവ് ഷെരീഫ് മുഹമ്മദ് പറയുന്നത് ഇനി അത്തരം സിനിമകൾക്ക് താൻ ഇല്ല എന്നുള്ളതാണ്. വയലൻസിനെ പ്രോത്സാഹിപ്പിക്കണം എന്ന ഉദ്ദേശത്തോടു കൂടിയല്ല താൻ സിനിമകൾ ചെയ്തത് എന്ന് പറയുന്നു. പല നിർമ്മാതാക്കളുടെയും അതുപോലെ സംവിധായകരുടെയും ഒക്കെ ഒരു കാര്യം, സിനിമയായി കാണാൻ നമ്മൾ തയ്യാറാകണം. സിനിമയെ ഒരു കലയും അല്ലെങ്കിൽ അതൊരു സൃഷ്ടിയായി കാണുക. അതിനപ്പുറത്തേക്ക് അതിനെ വല്ലാതെ കണ്ട് ജീവിതത്തിൽ അനുകരിക്കേണ്ട ഒന്നാണ് എന്ന് നോക്കേണ്ട കാര്യമില്ല. ഇതാണ് അവരുടെയൊക്കെ നിലപാട്. അപ്പോൾ ആലപ്പുഴയിൽ നിന്നാണ് ഒരു പ്രേക്ഷകൻ എന്നോടൊപ്പം ചേരുന്നത്. ജിതൻ എന്നാണോ പേര് പറഞ്ഞത്? ജിതനാണ് അല്ലേ? അല്ല, നമസ്കാരം സർ. നമസ്കാരം. ശ്രീ ജിതൻ ഏത് മേഖലയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ആളാണ്? ഞാൻ KSEB-യിലായിരുന്നു, ഇപ്പൊ റിട്ടയർ ചെയ്ത്. ശരി, റിട്ടയർഡ് ഉദ്യോഗസ്ഥനാണ്. ശ്രീ ജിതന് എന്ത് തോന്നുന്നു? ഈ സിനിമ, പഴയകാല സിനിമയൊക്കെ കണ്ടു കാണുമല്ലോ ധാരാളം. അന്നത്തെ സിനിമ ഇന്നത്തെ സിനിമയൊക്കെ കമ്പയർ ചെയ്യുമ്പോൾ ഇത് കൂടുതൽ
ആളുകളിലേക്ക് അക്രമവാസന കുത്തിവെക്കുന്നുവെന്ന തോന്നൽ ശ്രീ ജിതനുണ്ടോ? ഒരു പരിധി വരെ ഉണ്ട് സർ. കാരണം ഈ പുതിയ കാലത്ത് ഇറങ്ങുന്ന സിനിമകളിൽ ഭൂരിപക്ഷവും ചെറുപ്പക്കാരായിട്ടുള്ള കുട്ടികളെ അക്രമവാസന പ്രോത്സാഹിപ്പിക്കുന്ന രീതിയിലുള്ള ചില സിനിമകൾ, എല്ലാ സിനിമകളും അല്ല, ചില സിനിമകളെങ്കിലും ആ രീതിയിൽ ഇറങ്ങുന്നുണ്ട്. ഈ കുട്ടികളെ ആ വാസനയുമായി ബന്ധപ്പെട്ട ആ സിനിമകൾക്കൊക്കെ നല്ല തിരക്കിലോടുകൂടി പിള്ളേര് ഈ കുട്ടികൾ തന്നെ പോയി കാണുന്നുണ്ട്. അതൊരു പരിധി വരെ എല്ലാ കുട്ടികളില്ലെങ്കിലും അതിൽ നിന്ന് 1-2% ആ രീതിയിലേക്ക് ഈ അക്രമവാസനയിലേക്ക് എത്തുന്നുണ്ട്. നമുക്കൊരു ഉദാഹരണത്തിന് സാറിന് തന്നെ അറിയാല്ല, ഈ എറണാകുളം കേന്ദ്രീകരിച്ചുകൊണ്ട് തന്നെ ഈ സിനിമാ മേഖലയിൽ തന്നെ ബന്ധപ്പെട്ട് നിൽക്കുന്നവര് ഇതിനൊക്കെ ഒരു പരിധി വരെ അഡിക്റ്റാണ്. അപ്പൊ അതും ഈ വിഷയത്തിൽ ചർച്ച ചെയ്യേണ്ട ഒരു വിഷയമാണ്. കാരണം അക്രമവാസന കൊണ്ടുവരുന്നത് സ്ക്രീനിൽ ഒരു പങ്ക് സിനിമയ്ക്കുണ്ട്. പല ഘടകങ്ങളുണ്ട് അതിൽ. ഞാനിപ്പോ സിനിമയെ മാത്രം കുറ്റപ്പെടുത്തി പറയുന്നില്ല, പല ഘടകങ്ങളുണ്ട്. അതിലൊരു പ്രധാനപ്പെട്ട ഘടകം ഈ സിനിമയുമായി ബന്ധപ്പെട്ടും പിള്ളേരിലെ അക്രമവാസന വരും. കാരണം ഇപ്പം നേരത്തെ പലരും സൂചിപ്പിച്ച പോലെ സിനിമയിലെ നല്ല വശങ്ങള് കണ്ടെടുക്കണമെന്ന് പറയുന്നത് ഒരു പരിധി വരെ ഒരു പ്രായമായവർക്കൊക്കെ ആണെങ്കിൽ അതിന്റെ ഒരു പരിധി വരെയുള്ള കാര്യങ്ങൾ ഇത് വേർതിരിച്ചെടുക്കാൻ പറ്റും. പക്ഷേ ഏതായാലും മറ്റു പ്രേക്ഷകർ കൂടി കാത്തു നിൽക്കുന്നതുകൊണ്ടാണ്. ഏതായാലും ശ്രീ ജിതൻ നമ്മുടെ പൊതുവേദിയിലേക്ക് വിളിക്കുക, അഭിപ്രായം പങ്കുവെക്കുകയും ചെയ്തതിൽ സന്തോഷം. നമുക്ക് അടുത്ത ദിവസങ്ങൾ കൂടുതൽ സംസാരിക്കാം. റഷീദ് നമ്മുടെ മറ്റൊരു സ്ഥിരം പ്രേക്ഷകനാണ്, അദ്ദേഹം കൊയിലാണ്ടിയിൽ നിന്നാണ് വിളിക്കുന്നത്. ശ്രീ റഷീദ് സിനിമ ഒക്കെ ധാരാളം കാണുന്നയാളാണ്, നേരത്തെ പ്രവാസിയാണെന്നൊക്കെ എനിക്കറിയാം. അപ്പോൾ സ്വാഭാവികമായി അവിടെയൊക്കെ ഇരിക്കുന്ന സമയത്ത് മലയാള സിനിമകളൊക്കെ കാണാൻ ആഗ്രഹിച്ചിരിക്കും. ഇപ്പോഴത്തെ ഈ ഇറങ്ങുന്ന സിനിമകളൊക്കെ കാണാറുണ്ടോ? ഏതായാലും മനുവിനെ കിട്ടാൻ ഞാൻ കാത്തിരിക്കുകയായിരുന്നു സംസാരിക്കാൻ വേണ്ടി. ശരി, സന്തോഷം. കിട്ടിയതിൽ വളരെ സന്തോഷമുണ്ട്. ഈ കൊലക്ക് കാരണം സിനിമ ചോദിക്കുന്നതിന് എനിക്ക് സിനിമയാണെന്നുള്ളൊരു അഭിപ്രായം എനിക്കില്ല. കാരണം ഞാൻ ചെറുപ്പകാലങ്ങളിലെ സിനിമ കാണുന്ന ഡിറ്റക്റ്റീവ് സിനിമകളും ഈ കള്ളക്കടത്ത് സിനിമകളായിരുന്നു ആ കാലത്ത് ഏറ്റവും കൂടുതൽ പോപ്പുലർ ആയിട്ട്. ആ സിനിമകളൊക്കെ കാണുന്ന ഒരാളാണ് ഞാൻ. അപ്പൊ അന്നൊന്നും നമുക്കൊന്നും തോന്നാത്തൊരു കാര്യം ഇപ്പോഴുള്ള കുട്ടികൾക്കും തോന്നും എന്ന് എനിക്ക് അഭിപ്രായമില്ല. കള്ളക്കടത്തുകാരനായിട്ടില്ല, ഡിറ്റക്റ്റീവ് ഓഫീസറും ആയിട്ടില്ല. അപ്പൊ ഇന്നത്തെ പ്രധാന കാരണം, ഇന്നത്തെ കൊലക്ക് പ്രധാന കാരണം ഈ മദ്യവും മയക്കുമരുന്നും ഈ രാസലഹരിയുമാണെന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. ഷബാസിന്റെ കാര്യത്തിലാണെങ്കിലും അപ്പാന്റെ കാര്യത്തിലാണെങ്കിലും ഒരു മകൻ അമ്മയെ കുത്തിക്കൊന്ന കാര്യങ്ങളാണെങ്കിലും അതേപോലെ അച്ഛനെ കറേറ്റെ പഠിച്ച ഒരു മകൻ അടിച്ചു കൊല്ലുന്ന രംഗമൊക്കെ നമ്മൾ കണ്ടത്. ഈ കഴിഞ്ഞ ദിവസം 2 പോലീസ് ഉദ്യോഗസ്ഥന്മാർ ഈ പറഞ്ഞ ലഹരി പിടിച്ചപ്പോഴേ അവര് രണ്ടാളെ പരസ്പരം ബന്ധിപ്പിച്ചുകൊണ്ട് 2 കൈകളിൽ വിലങ്ങി വെച്ചാൽ എന്നിട്ട് വിലങ്ങില്ലാത്ത കൈകൊണ്ട് പോലീസ് ഉദ്യോഗസ്ഥനെ ആക്രമിക്കാൻ ശ്രമിക്കുകയാണ്. ഇതൊന്നും സ്വബോധത്തോടെയല്ലല്ലോ. ഈ ലഹരിയാണ് ഇതിന്റെ മുഖ്യ കാരണം. ഇതിന് സമൂലമായ ഒരു നല്ല ഒരു ബോധവൽക്കരണം മാത്രം പോരാ, നാടൊന്നാകെ ഒന്നിക്കണം എന്നുള്ള അഭിപ്രായക്കാരനാണ്. കാരണം അത് പോലീസ് വേണം, ഭരണകൂടം വേണം, രക്ഷിതാക്കൾ വേണം, അധ്യാപകർ വേണം. എല്ലാവരും ഒത്തൊരുമിച്ച് കൊണ്ടുള്ള ഒരു നല്ല ഒരു കൂട്ടമായ ഒരു നീക്കം ഉണ്ടെങ്കിലേ ഈ ഒരു വിപത്തിന്, കാരണം കേരളം ഒരു ഭ്രാന്താലമായി തീരുമോ എന്ന ഒരു രൂപത്തിലേക്കാണ് ഇപ്പോൾ കാര്യങ്ങൾ ഉള്ളത്. അതിൽ നിന്നൊരു മാറ്റം വന്നേ മതിയാവും. അതിന് നാടൊന്നിക്കണം, ജനങ്ങൾ ഒന്നിക്കണം, ഭരണകൂടം ഒന്നിക്കണം. ഭരണാധികാരികളൊക്കെ ഞങ്ങളെ പാർട്ടിക്കാർ ചെയ്യുന്നത് തെറ്റല്ല, മറ്റുള്ളവർ ചെയ്യുന്നത് തെറ്റാണെന്ന് ആ നിലപാട് മാറ്റണം. എല്ലാവരെയും ഒരേ കണ്ണുകൊണ്ട് കാണുകയും കുറ്റവാളികൾക്ക് അർഹമായ ശിക്ഷ കൊടുക്കാനുള്ള സാഹചര്യം ഒരുക്കുകയും നിയമത്തിലൊക്കെ ഭേദഗതി വരുത്തുകയും നിയമം കുറ്റവാളികൾക്കെതിരായുള്ള രൂപത്തിൽ തന്നെ കൊണ്ടുവരികയും അതല്ലാതെ കുറ്റവാളികൾക്ക് സംരക്ഷണം കൊടുക്കുന്ന രൂപത്തിലേക്ക് നമ്മൾ നീങ്ങരുത്. ആ ഭരണകൂടവും നീങ്ങരുത്, ജനങ്ങളും നീങ്ങരുത്. അവർക്ക് അനുകൂലമായി, ഈ പറഞ്ഞ കുറ്റവാളികൾക്ക് അനുകൂലമായി ഒരു വിഭാഗത്തിന്റെ ആളുകളും മുന്നോട്ട് വരാൻ പാടില്ല. ആ രീതിയിലേക്ക് ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തെ മാറ്റിയെടുക്കേണ്ടത് നമ്മളാണ് അതിന് മുന്നിൽ നിൽക്കേണ്ടത്. അതുകൊണ്ട് ഈ ഒരു കാര്യത്തിൽ മാധ്യമത്തിന് വലിയ പങ്കുണ്ട്. മാധ്യമം നിങ്ങളിപ്പോ ഈ ഒരു നിരന്തരം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന കൊലയെ നിങ്ങൾ നിരന്തരം എല്ലാ ചാനലുകളും, ന്യൂസ് 18 മാത്രമല്ല എല്ലാ ചാനലുകളും അതിൽ സജീവമായിട്ടുണ്ട്. അത് വളരെ ആശ്വാസകരമാണ്, വളരെ സന്തോഷകരമാണ്. ഈ രീതിയിലേക്ക് നമ്മൾ മുന്നോട്ട് നീങ്ങുകയാണെങ്കിൽ തീർച്ചയായും അതിനൊരു ഫോർമുല നമ്മൾ എല്ലാവരും ഒന്നിച്ചിരുന്ന് ആലോചിച്ച് ചിന്തിച്ച് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായും ഇതിനൊരു ശമനം ഉണ്ടാകും എന്നുള്ള വിശ്വാസക്കാരനായ. ഏതായാലും ശ്രീ റഷീദിന് എൻ്റെ
ആശംസകൾ. ഇപ്പോൾ റംദാൻ്റെയൊക്കെ ഒരു കാലഘട്ടമാണല്ലോ, അപ്പോൾ നന്മയുള്ള സന്ദേശങ്ങൾ ലോകത്തേക്ക് എത്തിക്കാനൊക്കെ അദ്ദേഹം നടത്തുന്ന ആ പ്രവർത്തനങ്ങളിലും നമുക്ക് സന്തോഷിക്കാം. ഈ സലീം എന്നൊരു പ്രേക്ഷകൻ എന്നോട് പറയുന്നത്, സർക്കാർ വരുമാനത്തിന് വേണ്ടി നാട് മുഴുവൻ ബാർ അനുവദിച്ച് മദ്യപാനം ശീലമാക്കി, എന്നിട്ട് വാഹനങ്ങൾ ഓടിക്കുമ്പോൾ ഊതിച്ച് പിഴ ഈടാക്കി, വീണ്ടും വരുമാനം കൂട്ടി, ശീലമാക്കിയവർ പകരം രാസലഹരിയിലേക്ക് മാറി എന്നാണ്. അങ്ങനെ ഒരു ആരോപണം ഇപ്പോൾ പല ആളുകളും ഉന്നയിക്കുന്നുണ്ട്. കാരണം ഈ പോലീസ് മദ്യപിച്ച് വാഹനം ഓടിക്കുന്നവരെ പിടിക്കാൻ പല കേന്ദ്രങ്ങളിലും ഒളിഞ്ഞിരിക്കുന്നു. അവർക്ക് ടാർഗറ്റ് കിട്ടുന്നു. ടാർഗറ്റ് കിട്ടുമ്പോൾ അത് തേക്കാൻ വേണ്ടി അവർ കിട്ടുന്നവരെയൊക്കെ ഓടിയും ചാടിയും പിടിക്കുന്നു. അപ്പോൾ അവരിൽ നിന്ന് രക്ഷപ്പെടാനുള്ളൊരു തന്ത്രം എന്ന രീതിയിൽ ഈ മണമില്ലാത്ത രാസലഹരി ചിലരൊക്കെ ഉപയോഗിക്കുന്നു. അങ്ങനെയും ചില ആരോപണങ്ങളുണ്ട്. എനിക്കതിൻ്റെ വിശദാംശങ്ങളൊന്നും അറിയില്ല, പക്ഷേ ഇതൊക്കെ ആളുകൾ പറഞ്ഞു കേൾക്കുന്നത് ചില വിവരങ്ങളാണ്. VC തോമസ് നമ്മുടെ സ്ഥിരം പ്രേക്ഷകനാണ്. അദ്ദേഹം നമ്മളോടൊപ്പം യൂട്യൂബിൽ ചേർന്നിട്ടുണ്ട്. കേരളത്തിലെ ജനങ്ങൾ ദുരന്തമുഖത്തൊരുമിക്കുന്നത് പോലെ ഇതൊരു മഹാദുരന്തമായി കണ്ട് ഈ നാട്ടിൽ ഒരു ജനകീയ മുന്നേറ്റം ഉണ്ടാകണം എന്ന് VC തോമസ് പറയുന്നു. അത് 110% ശരിയാണ്. കാരണം ഇത് നമ്മുടെ കുട്ടികളാണ്, അതിൽ നമ്മൾക്ക് മാറി നിൽക്കാനാകില്ല. എല്ലാവരും ഒറ്റക്കെട്ടായുള്ള ഒരു പ്രയത്നത്തിൻ്റെ സമയമായിരിക്കുന്നു. രാഷ്ട്രീയ മതജാതി ചിന്തകൾക്കൊക്കെ അപ്പുറത്തേക്ക്, വർണ്ണ ഭാഷ ദേശ വ്യത്യാസങ്ങൾക്കപ്പുറത്തേക്ക് ഒറ്റ മനസ്സോടുകൂടി ലഹരിയെയും അതുപോലെ അക്രമത്തെയും ഒക്കെ എതിർക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. കൃഷ്ണൻ എന്നോടൊപ്പം ചെയ്യുന്നത് തിരുവനന്തപുരത്ത് നിന്നാണ്. ശ്രീ കൃഷ്ണൻ, ഈ ചലച്ചിത്ര രംഗത്തിൽ എങ്ങനെയാണ് അടുത്ത് നിൽക്കുന്നത്? അത് സിനിമ കാണുന്നയാളാണോ അതോ സിനിമാ രംഗവുമായി ഏതെങ്കിലും തരത്തിൽ ബന്ധമുണ്ടോ? സിനിമ ഇഷ്ടപ്പെടുന്ന സിനിമ ആളാണ്. സിനിമ ബന്ധമൊന്നുമില്ല. ഞാൻ ഒരു സംശയം, എനിക്ക് പറഞ്ഞു പൂർത്തിയാക്കാനുള്ള സമയം തരണം. നേരത്തെ ചില പ്രേക്ഷകർ പറഞ്ഞ പോലെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് മാത്രം പറയാൻ കളയുക, അത് കഴിഞ്ഞിട്ട് നിങ്ങൾ സ്റ്റുഡിയോയിൽ നിന്ന് നിങ്ങൾക്ക് പറയാനുള്ളത് മാത്രം കേൾപ്പിക്കുക ചെയ്യരുത്. കാരണം വൈകുന്നേരമുള്ള നിങ്ങളുടെ ഡിബേറ്റുകളിൽ വരുന്ന 1 മണിക്കൂർ തർക്കിക്കുന്ന രാഷ്ട്രീയക്കാരല്ല ഈ പ്രേക്ഷകർ. അപ്പൊ അങ്ങനെ ഒരു സാഹചര്യം ശ്രീ കൃഷ്ണൻ ഇതിനു മുന്നേ ഉണ്ടായിട്ടുണ്ടോ? അല്ല, ഒരു മിനിറ്റ്, ഞാനൊരു കാര്യം അങ്ങോട്ട് ചോദിക്കട്ടെ. എന്നെ ഇങ്ങനെ ചോദിച്ചുകൊണ്ട് ഞാൻ ചോദിച്ചാണ്, അങ്ങനെ ഒരു സാഹചര്യം ശ്രീ കൃഷ്ണൻ ഉണ്ടായിട്ടുണ്ടോ? പറഞ്ഞു കൊണ്ടിരിക്കുമ്പോൾ കട്ടായ എങ്ങനെയാണ്? എനിക്ക് നേരത്തെ ഉണ്ടായിട്ടുണ്ട്. ആര്? ഞാനാണോ ഉണ്ടാക്കിയത്? അല്ലല്ല, വേറെ വ്യക്തിയാണ് നയിച്ചത്. ഞാൻ അറിയാത്ത, കാരണം ഞാൻ അങ്ങനെ ചെയ്താൽ എനിക്ക് ഓർമ്മയില്ല. എന്റെ സുഹൃത്തും അങ്ങനെ ചെയ്യാറില്ല. നമ്മൾ പരമാവധി ആളുകൾക്ക് അവസരം കൊടുക്കും. പക്ഷെ എന്താന്ന് വെച്ചാൽ ഈ ആളുകൾ നിരന്തരമായി ഇങ്ങനെ ക്യൂവിൽ നിൽക്കുമ്പോൾ നമ്മൾ എല്ലാവർക്കും സമയം കൊടുക്കാൻ ചില സമയത്ത് അത് വേഗത്തിലാക്കുന്നതേ ഉള്ളൂ. അല്ലാതെ ശ്രീ കൃഷ്ണനോട് നിങ്ങൾ ഈ ചർച്ചയിൽ പോലും ആദ്യം മുതൽ മാർക്കോ എന്ന് പറയുന്ന സിനിമയുടെ ആ കാർഡും മറ്റും കാണിക്കുന്നുണ്ട്. ഇനി ഞാൻ നിങ്ങളോട് ഒരു സംശയം ചോദിക്കട്ടെ. ഇത് ഒറ്റ ദിവസം ഒരു സിനിമ കണ്ട് സിനിമ ബാധിക്കുന്നില്ലേ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അങ്ങനെയാണെങ്കിൽ നേരത്തെ പറഞ്ഞ പ്രേക്ഷകർ പറഞ്ഞതുപോലെ അല്ലെങ്കിൽ പൊതുസമൂഹം പറയും പോലെ എത്രയോ നന്മകൾ ചെയ്ത നടന്മാരും നന്മ പ്രവർത്തികളും ചെയ്തിട്ടുണ്ട്. അതുമല്ല, പണ്ട് കാലത്ത് ഈ പറഞ്ഞതുപോലെ കള്ളക്കടത്തും മറ്റും കാണിച്ചിട്ടുണ്ട്. അത് ഓഫീസറും ആയില്ല, കള്ളക്കടത്തുകാരും ആയില്ല. ഇനി അടുത്ത കാര്യം, നിങ്ങൾ ഈ ഒരു സിനിമയെ ടാർഗറ്റ് ചെയ്ത് കാണിക്കുന്നതിന് പകരം കുറച്ച് നാൾ മുമ്പ് ആഷിഖ് കപൂർ സംവിധാനം ചെയ്ത കഞ്ചാവിനെയും ഇത്തരത്തിലുള്ള രാസലഹരിയെയും ഒരു സമൂഹത്തിന് പരിചയപ്പെടുത്തി കൊടുക്കുന്ന ഇടുക്കി ഗോൾഡ് പോലെയുള്ള സിനിമകൾ, അതിൽ പ്രധാനമായിട്ട് ഇടുക്കി ഗോൾഡാണ്. അത് കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് പല സിനിമകളും വന്നു. ആഷിഖ് കപൂറിന്റെ സിനിമയാണ്. അയാളുടെ നിർമ്മാണ കമ്പനിയുടെ പേര് പോലും ഒരു ഇതേപോലെയുള്ള ലഹരി വസ്തുക്കളുടെ പേരിനോട് അനുയോജ്യമായിട്ടുള്ളതാണ്. നിങ്ങൾ അതൊന്നും പറയുന്നില്ല. ഈ ഇടയ്ക്ക് ഇറങ്ങിയ പണി സിനിമ, ഈ അക്രമക്കേസുകളിൽ ഒരു പ്രതി തന്നെ പറഞ്ഞത്, അത് പോലീസ് പറഞ്ഞത് ആവേശം സിനിമയിലെ ഡയലോഗ്, അതൊന്നും നിങ്ങൾ ഇവിടെ പ്രതിപാദിക്കാതെ മാർക്കോ സിനിമയുടെ ഒരു കാർഡ് ആരോപണം അങ്ങനെ വെറുതെ അങ്ങ് പറഞ്ഞു പോകാൻ പറ്റില്ലല്ലോ. ഞാൻ അതിന് മറുപടി പറയണ്ടേ? ഞാനല്ലേ അത് ചെയ്തത്. അപ്പൊ ഞാനിവിടെ നിൽക്കല്ലേ? അപ്പൊ അതും കൂടി കേൾക്കണം. അതായത് ഇന്ന് അല്ല, അതാണ് ശ്രീ കൃഷ്ണന്റെ ഈ അസഹിഷ്ണുതയാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിയാത്തത്. ഞാനത് പറയട്ടെന്നേ. എന്തുകൊണ്ട്? ഇന്ന് ഉണ്ടായ വാർത്ത മാർക്കോ സിനിമയെ പറ്റിയാണ്. എന്താണ് വാർത്ത ഉണ്ടായിരിക്കുന്നത്? തിയേറ്ററുകളിൽ വൻ ഹിറ്റായ ഉണ്ണി മുകുന്ദൻ ചിത്രത്തിന് സെൻട്രൽ ബോർഡ് ഓഫ് ഫിലിം സർട്ടിഫിക്കേഷൻ അനുമതി നൽകിയിട്ടില്ല എന്ന വാർത്ത ഈ സിനിമയെ സംബന്ധിച്ചാണല്ലോ. ഇത് ഈ കൃഷ്ണൻ ഇത് പറയുമ്പോൾ മറ്റൊരാൾ പറയാൻ സമ്മതിക്കാത്ത എന്താന്ന് ഞാൻ ഇത്ര നേരം കേട്ടില്ലേ? ഇതൊരു പൊതുവേദിയല്ലേ? അപ്പൊ അങ്ങോട്ടും ഇങ്ങോട്ടും സംവദിക്കണ്ടേ? ഇതെന്തോ മാധ്യമ പ്രവർത്തകർ എന്തോ വലിയ തെറ്റ് ചെയ്യാൻ പോകുന്ന ആളുകളാണ് എന്ന തരത്തിൽ ചിന്തിക്കേണ്ട കാര്യമൊന്നുമില്ല. ഞങ്ങളും നിങ്ങൾക്കിടയിൽ നിന്ന് വരുന്ന സാധാരണക്കാരായ മനുഷ്യരാണ്. നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്ന സമൂഹത്തിൻ്റെ ഒരു മാറ്റമാണ്. അപ്പോൾ മാധ്യമ പ്രവർത്തകർ എന്തോ ഒരു ഗൂഢ ലക്ഷ്യവുമായി രാവിലെ കുളിച്ചൊരുങ്ങി സ്റ്റുഡിയോയിലേക്ക് വരുന്നു. എനിക്കൊന്നൊരു ഗൂഢ ലക്ഷ്യമുണ്ട്, അത് നടപ്പാക്കി. അങ്ങനെയൊന്നും അല്ലതേ. അല്ല, പറയാം, ഞാൻ പറയട്ടെ. അപ്പോൾ എന്നെയാണല്ലോ കുറ്റം പറഞ്ഞത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അതുകൊണ്ടാണ് ഈ ചിത്രത്തിൻ്റെ വിഷയം എന്ന് വന്നത്. എനിക്ക് മാർക്കോയോട് ഒരു പ്രത്യേക വിരോധമോ അല്ലെങ്കിൽ പണിയോട് പ്രത്യേക സ്നേഹമോ അല്ലെങ്കിൽ RDX എന്ന് പറയുന്ന സിനിമയോട് എന്തെങ്കിലും പ്രത്യേക അടുപ്പമോ ഒന്നുമില്ല. ഇന്ന് ഈ വാർത്ത വന്നതുകൊണ്ട്
ആ ദൃശ്യങ്ങൾ അതിൻ്റെ ഭാഗമായി വരുന്നു എന്നേ ഉള്ളൂ. അതിനപ്പുറത്തേക്ക് അതിനെ കാണേണ്ട. നമ്മൾ കാണുന്നത്, ഞാനിപ്പോൾ സിനിമകളാണിത് മുഴുവൻ ഈ പ്രശ്നത്തിന് കാരണമെന്ന നിലപാടേ എനിക്കില്ല. അങ്ങനെ ഞാൻ പറഞ്ഞോ? എവിടെയെങ്കിലും പറഞ്ഞോ സിനിമകളാണ് ഇതിൻ്റെ എല്ലാ പ്രശ്നങ്ങളും കാരണമെന്ന്? യെസ്, ഇനി താങ്കൾക്ക് പറയാം. എനിക്ക് പറയാനുള്ള ഹലോ, എനിക്ക് തോന്നുന്നത് ശ്രീ കൃഷ്ണന് ദേഷ്യം വന്ന് ടെലിഫോൺ ലൈൻ കട്ട് ചെയ്ത് പോയി എന്നുള്ളതാണ്. ഈ പൊതുവേദിയിൽ നമ്മൾ കുറച്ച് സഹിഷ്ണുതയൊക്കെ കാണിക്കണം ശ്രീ കൃഷ്ണൻ. ഞാൻ കൃഷ്ണനോട് മാത്രമല്ല പൊതുവെ ആളുകളോടും പറയുകയാണ്, മാധ്യമപ്രവർത്തകർ എന്തോ ഒരു മഹാപരാധികളാണ്, അല്ലെങ്കിൽ അവരെ അങ്ങേയറ്റത്തെ പ്രശ്നക്കാരാണ് എന്ന് ചിന്തിക്കേണ്ട കാര്യമൊന്നുമില്ല. മാധ്യമപ്രവർത്തകരും സമൂഹത്തിൻ്റെ ഭാഗങ്ങളാണ്. അവരും ഈ കൂട്ടായ പ്രവർത്തനത്തിൽ അവരുടേതായ പങ്ക് അവർ നിർവഹിക്കുന്നു. മാധ്യമപ്രവർത്തകരിൽ നല്ലവരുണ്ടാകാം, അല്ലാത്തവരുണ്ടാകാം. അത് എല്ലാ സമൂഹത്തിൽ ഉള്ള പോലെ തന്നെയുള്ള പ്രതിഫലനങ്ങൾ മാധ്യമ രംഗത്തും ഉണ്ടാകും. അല്ലാതെ ഇത് ഏതോ ഒരു മോശപ്പെട്ട വിഭാഗം ഇങ്ങനെ നിന്ന് രാജ്യത്തെ മുഴുവൻ തകർക്കാൻ പോകുന്നു എന്ന തരത്തിലുള്ള ചിന്താഗതി ഇന്നും ഈ ആദർശപരമായി ഈ തൊഴിലെടുക്കുന്ന നിരവധി ആളുകൾ ഉള്ളതുകൊണ്ടാണ് ശ്രീ കൃഷ്ണനെ പോലുള്ളവർക്ക് ഇന്നും ഇങ്ങോട്ടേക്ക് വിളിക്കാനും ഒരു അഭിപ്രായം പറയാനും ഉള്ളൊരു തോന്നലുണ്ടാകും. ജോസഫ് വിളിക്കുന്നത് എറണാകുളത്തു നിന്നാണ്. ശ്രീ ജോസഫ്, ജോസഫിന് കേൾക്കാമോ? നമസ്കാരം. ഹലോ ഹലോ ിൻ്റെയും ഉദ്ദേശം അത്രമാത്രമേ ഉള്ളൂ എന്നാണ് പൊതുവെ എല്ലാവരും പറയുന്നത്. വയലൻസ് പ്രൊമോട്ട് ചെയ്യാനോ സമൂഹത്തിൽ വയലൻസ് ഉണ്ടാക്കണമെന്ന് ആഗ്രഹിച്ചുകൊണ്ടോ ഒരാളും സിനിമ എടുക്കുന്നില്ല. എന്നാൽ ഇപ്പോഴുണ്ടാകുന്ന പല സംഭവങ്ങളും പേടിപ്പെടുത്തുന്നതാണ് എന്ന ആരോപണവും ഒരു വശത്ത് വരിക. ശ്രീ ജോസഫ്, കേൾക്കാമോ? കേൾക്കും. അതിനിടയിൽ ഈ ടെലിഫോൺ ലൈൻ എൻ്റെ ഇതിൽ എന്തോ ഒരു തകരാറ് പറ്റി. യെസ്, ശ്രീ ജോസഫിന് കേൾക്കാം, പറയൂ. സാറേ, ഞാൻ ദിവസവും വയലൻസ് സിനിമ കാണുന്ന ഒരാളാണ്. ദിവസവും വർഷങ്ങളായിട്ട് കാണുന്ന ആളാണ്. ദിവസവും. അതെന്താണ് ഈ വയലൻസ് സിനിമയോട് ഒരു പ്രത്യേക താല്പര്യം? എന്റർടൈൻമെന്റ്, എനിക്കൊരു മാനസിക ഉല്ലാസം കിട്ടുന്ന ഒരു സിനിമയാണ് സാർ വയലന്റ്. ഞാൻ ഈ കോമഡിയുടെ കൂടെയും പ്രണയത്തിന്റെ പുറകെ പോവാത്ത ഒരാളാണ്. അത് പ്രണയവും കോമഡിയൊന്നും ഇഷ്ടമല്ല? ഇല്ല, എങ്കിൽ തന്നെ ഞാൻ പറഞ്ഞു കേൾക്കും സാർ. അപ്പൊ ഞാൻ വേറൊരു കാര്യം ചോദിച്ചോട്ടെ, ഈ പ്രണയത്തോട് ഒരു വിരക്തിയാണോ? അങ്ങനെ ഇഷ്ടം ഈ സിനിമകളാണെന്ന് മാത്രം അല്ലേ? അല്ല, കോമഡി എന്റർടൈൻമെന്റ് എനിക്ക് ഇഷ്ടമാണ്. പക്ഷെ ഞാൻ സിനിമ കാണുമ്പോൾ വയലന്റ് കാണുള്ളൂ. ഓ, അത് ശരി. ഞാൻ ഒരു സിഗരറ്റ് വലിക്കുന്ന ആളല്ല. ഈ വയലൻസ് സിനിമ കാണുന്നെങ്കിൽ പോലും ഞാനൊരു സിഗരറ്റ് വലിയോ ഒരു മദ്യപാനോ ഇല്ലാത്ത ഒരു വ്യക്തിയാണ്. എനിക്ക് അന്തസ്സോടുകൂടി പറയാൻ പറ്റും. ശരി. പക്ഷേ ഈ കൂട്ടുകാർ മണികെട്ടു സാറേ. നമ്മുടെ ഈ കുട്ടികളെ വഴിതെറ്റുന്നത് കാർന്നോമാർ കാണുന്നില്ലെങ്കിലും കാർന്നോമാരുടെ കൂടെ നടക്കുന്ന സുഹൃത്തുക്കൾ കാണുന്നുണ്ട്, അയൽപ്പത്തുകാർ കാണുന്നുണ്ട്. ഈ ബാലാവകാശ നിയമവും സദാചാര പോലീസും ഇത്തരം നിയമങ്ങളൊക്കെ വന്നപ്പോ ഉൾവലിഞ്ഞു പോയി സമൂഹം. തിരിച്ചറിയണം, കടല് ഉള്ളിലേക്ക് വലിഞ്ഞു പോയ പോലെ ഈ സമൂഹം ഉള്ളിലേക്ക് വലിഞ്ഞുപോയി. ഈ ട്യൂഷൻ കഴിഞ്ഞ് വരുന്ന കുട്ടികള് അല്ലെങ്കിൽ ക്ലാസ് കഴിഞ്ഞ് വരുന്ന കുട്ടികള് എന്തെങ്കിലും കുരുത്തക്കേട് കാണിച്ചു കഴിഞ്ഞാൽ എന്റെ കൂട്ടുകാരന്റെ മകനാണ്, മകളാണ്, അല്ലെ എന്റെ അയൽവക്കത്തെ കുട്ടിയാണെന്ന് പണ്ട് പറഞ്ഞ് ശക്തമായി താക്കി ചെയ്തു വിടുമായിരുന്നു. ഇന്ന് അന്യന്റെ കൂടെ കിടന്നത് കണ്ടാൽ പോലും വന്ന് പറയില്ല. എങ്ങനെ വന്ന് സാർ? ഈ സദാചാര പോലീസും ഈ പരിസ്ഥിതി ചുംബനങ്ങളും പിന്നെ എന്താ പറയുക വാശി പിടിപ്പിക്കുന്ന കുറെ ഭരണകർത്താക്കളും വന്നു. ഇത് തന്നെയാണ് ഈ സമൂഹത്തിന്റെ നാശം. സ്കൂൾ ഞാൻ സാറ് കട്ട് ചെയ്തോ? ഹലോ, ഇല്ല, ഞാൻ കേൾക്കുന്നു. ഇനി വേറൊന്ന് പറയാം സാറേ. ഒരു 9 മണിക്ക് ക്ലാസ് തുടങ്ങുന്ന ഒരു വിദ്യാലയത്തിലേക്ക് കുട്ടി എത്ര മണിക്ക് എത്തണം സാറിന്റെ അഭിപ്രായത്തിൽ? ഒരു 10-20 മിനിറ്റ് മുന്നേ എത്താം അല്ലേ? ആണല്ലോ. ഇത് 7:45 8 മണിക്ക് ആ വിദ്യാലയത്തിൽ ഈ പെൺകുട്ടികളും ആൺകുട്ടികളും എന്തിനാ സാറേ വരുന്നത്? 1-2 കുട്ടികൾ. സാറിന്റെ ഈ എല്ലാ താലൂക്കിലെയും +1 +2 സ്കൂളിൽ ശ്രദ്ധിച്ചറിയാൻ പറ്റും. 2 മണിക്കൂർ മുമ്പ് ഈ കുട്ടികൾ വിദ്യാലയങ്ങളിൽ വന്ന് കയറി കഴിഞ്ഞു. അവിടെ എന്താ നടക്കണമെന്ന് ടീച്ചർമാരെ അറിയുന്നില്ല. അതുപോലെ ക്ലാസ് കഴിഞ്ഞാൽ ആദ്യം ഇറങ്ങുന്ന ടീച്ചർമാരാണ്. ഈ വിദ്യാലയം അടച്ചു പൂട്ടാറില്ല. ഈ വിദ്യാലയങ്ങളിൽ നിന്ന് 7 മണിക്കും ഈ കുട്ടികളെ കാണാം, പെൺകുട്ടികളെയും ആൺകുട്ടികളെയും കാണാം. പോലീസ് ശക്തമാവുന്നില്ല. കർശനമായ നിയമം വേണം സാർ. കോടതി നിയമം മാത്രമല്ല. നമ്മുടെ ശ്രീ ജോസഫ്, അങ്ങക്ക് ധാരാളം പറയാനുണ്ട്. പക്ഷെ നമ്മുടെ സമയം ഏതാണ്ട് അതിക്രമിച്ചു. ഫോൺ ഇടയിൽ നിന്ന് കട്ട് ചെയ്യില്ല. ഞാൻ അതിനിടയിൽ ഒരു ക്ഷമാപണം നടത്താൻ കൃഷ്ണനോട് ഉദ്ദേശിക്കുകയാണ്. ശ്രീ കൃഷ്ണൻ്റെ ഫോൺ കട്ടായിട്ടില്ല, അവിടെ കേൾക്കുന്നു എന്നോട് KC തോമസ് പറയുന്നു. പക്ഷേ ഇവിടെ എനിക്കൊരു സാങ്കേതിക പ്രശ്നമുണ്ടായതാണ്. ഏതായാലും ശ്രീ കൃഷ്ണൻ, താങ്കളെ അങ്ങനെ മനഃപൂർവ്വം കട്ട് ചെയ്തതല്ല. നമുക്ക് നാളെയും പൊതുവേദിയുണ്ട്.
തീർച്ചയായും വിളിക്കാം. നമുക്ക് ഇതിൻ്റെ ബാക്കി നാളെ സംസാരിക്കാം. ഏതായാലും ഞാൻ വിചാരിച്ചത് കൃഷ്ണൻ്റെ ഫോൺ കട്ടായതാണെന്നാണ്. അത് കട്ടായതല്ല, എൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായ ഒരു സാങ്കേതിക തെറ്റാണ്. അപ്പോൾ അത് ഞാനും ഉത്തരവാദിയല്ല, ഇതൊക്കെ ഒരു മെഷീനിൽ പോകുന്ന കാര്യങ്ങളാണല്ലോ. ഓക്കെ, അപ്പോൾ ലാസ്റ്റ് കോളർ ശിവദാസനാണ്. ശ്രീ ശിവദാസൻ, വളരെ ചുരുങ്ങിയ വാക്കുകളിൽ താങ്കൾക്ക് പറയാനുള്ളത് പറയാം. നമ്മുടെ സമയം ഇന്ന് അതിക്രമിച്ചു അവസാനിച്ചതുകൊണ്ടാണ്. ഓക്കെ ചേട്ടാ, ഓക്കെ ചേട്ടാ, സുഖമാണോ? ഓക്കെ, ഞാൻ പറയാം സാറേ. ഇത് ഈ കൊലയ്ക്ക് സിനിമയല്ല കൊലയ്ക്ക് കാരണം. ഒന്ന്, കാരണം പണ്ടേ നമ്മൾ സിനിമ കാണുമ്പോൾ കഞ്ചാവും ഫ്രണ്ട്സോറും മറ്റു ഫ്രണ്ട്സോറും ഇല്ലാത്ത കൊള്ളക്കടത്തും എല്ലാം ഉണ്ട്, എപ്പോഴെന്ന് പറയണം. പക്ഷേ ഇന്നത്തെ വിഷയം അതല്ല. നമ്മൾ ചിന്തിക്കേണ്ടത് സിനിമയെ പിടിച്ചലിടേണ്ടത് ഈ കാര്യം മറയ്ക്കാൻ വേണ്ടി സിനിമയെ പിടിച്ചേണ്ട കാര്യമില്ല. സിനിമ ഒന്നുമില്ല. സിനിമയ്ക്ക് എന്ത് കുഴപ്പമുണ്ട്? സെൻസർ ബോർഡ് കട്ട് ചെയ്താണ് കൊടുക്കുന്നതിന് വകുപ്പ് മന്ത്രി സെൻസർ ബോർഡ് ഉണ്ട്, അതൊക്കെ നോക്കിയാണ് പുറത്തിറങ്ങുന്നത് ചെയ്യുന്നത്. അത് കണ്ട് ഒരിക്കലും തിരിഞ്ഞു പോകേണ്ട കാരണം അവിടെ വരുന്നില്ല. രണ്ടാമത്തെ വിഷയം എന്ന് പറഞ്ഞാല്, നമ്മൾ ഇന്ന് ഇരിക്കുന്ന ഗവൺമെന്റ്, ഇന്ന് ഇന്ത്യയിരിക്കുന്ന ഏത് പാർട്ടി ഭരിച്ചിരുന്നാലും ജനങ്ങളെ മനുഷ്യത്വപരമായി പെരുമാറി അനുഭവിക്കുന്ന സ്നേഹിക്കുന്ന ഒരു ഗവൺമെന്റ് ഉണ്ടെങ്കിൽ മാത്രമേ ഇതൊക്കെ നടപ്പാക്കൂ. ഞാൻ ചോദിക്കട്ടെ, ഇനി നമുക്ക് സമയമില്ല. ഞാൻ പറഞ്ഞല്ലോ, നമുക്കിന്ന് തീർന്നു, സമയം അവസാനിച്ചു. നമുക്ക് ശിവദാസൻ നമ്മുടെ സ്ഥിരം പ്രേക്ഷകനാണല്ലോ, നമുക്ക് എല്ലാ ദിവസവും സംസാരിക്കാം. ഇനിയും വരുമല്ലോ, നമുക്ക് കാണാം. വളരെ നന്ദി, വിളിച്ചതിന് സന്തോഷം. ശിവദാസൻ നമ്മുടെ വളരെ അടുത്ത ഒരാളും കൂടിയാണ്. കൃഷ്ണൻകുട്ടി മണിമലയിൽ നിന്ന്. കൃഷ്ണൻകുട്ടി, നമുക്ക് ഒട്ടും സമയമില്ല, അതുകൊണ്ട് അവസാനിക്കാറായത് സ്ഥിതിക്ക് പക്ഷേ ശ്രീ കൃഷ്ണൻകുട്ടിയുടെ മണിമല നമുക്ക് സ്ഥിരം വിളിക്കുന്ന ഒരാളാണ്. ചുരുങ്ങിയ വാക്കുകളിൽ താങ്കൾക്ക് പറയാനുള്ള കൂടി പറഞ്ഞാൽ നമുക്ക് പൊതുവേദി ഇവിടെ വൈൻഡപ്പ് ചെയ്യാവുന്നതാണ്. ഞാൻ അധികം സമയം എടുക്കൂല. വിഷയം സിനിമ ആയതുകൊണ്ടാണോ നല്ല ഡ്രസ്സൊക്കെ ഇട്ട് നിൽക്കുന്നത്? സിനിമ ഇത് കണ്ട് ഇനി വല്ല സിനിമാ നിർമ്മാതാക്കൾ എനിക്കൊരു അവസരം തന്നാലോ എന്ന് വിചാരിച്ചിട്ടായിരിക്കും അല്ലേ? അതിനുള്ള ചാൻസ് ഉണ്ട്, നന്നായിട്ടുണ്ട്. അപ്പൊ വിഷയത്തിലേക്ക് വരാം. നമ്മുടെ കലയും സാഹിത്യവും എല്ലാം നമ്മുടെ സമൂഹത്തിനെ സ്വാധീനിക്കുക എന്നുള്ളത് തർക്കമറ്റ സംഗതിയാണ്, ഒരു സംശയമില്ല. പണ്ടൊരു സിനിമ ഉണ്ടായിരുന്നു, ഒരു ബ്ലെയിം ഇറ്റ് ഓൺ ട്രിയോ എന്ന് പറയുന്നത്, ഇംഗ്ലീഷ് സിനിമ. കണ്ടിട്ടുണ്ടോ? ഇല്ല. ഓക്കെ, അതിനെപ്പറ്റി പറയുന്നില്ല. അതുപോലെയാണ്. അതായത് അന്തരീക്ഷം ഒരു കുട്ടിയെ വഴിതെറ്റിക്കുന്നതാണ് ആ സിനിമയിലെ കഥ എന്ന് പറഞ്ഞ പോലെയാണ്. നമുക്ക് ഏറ്റവും നല്ല എക്സാമ്പിൾ ആയിട്ട് നമ്മുടെ മുമ്പിലുള്ളത് നമ്മുടെ പണ്ടത്തെ 1952 ഇറങ്ങിയ നിങ്ങൾ എന്നെ കമ്മ്യൂണിസ്റ്റ് ആക്കി എന്നുള്ള നാടകമാണ്. അത് കേരള സമൂഹത്തിൽ ഒത്തിരി മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ടെന്നാണല്ലോ നമ്മൾ ചരിത്രം പഠിക്കുമ്പോൾ അറിയുന്നത്. അതുപോലെ തന്നെ ഈ സിനിമയെല്ലാം നമ്മുടെ സമൂഹത്തിൽ മാറ്റങ്ങൾ വരുത്തും, സാഹിത്യം എല്ലാം. പക്ഷേ വിവേചന ബുദ്ധിയോടെ അത് കൈകാര്യം ചെയ്യാത്തതാണ് പ്രശ്നം. നമ്മുടെ സമയം അതിക്രമിച്ചുകൊണ്ടാണ് ശ്രീ കൃഷ്ണൻകുട്ടി. നമുക്ക് വീണ്ടും സംസാരിക്കാം. അങ്ങ് പൊതുവേദിയുടെ ഒരു സ്ഥിരം പ്രേക്ഷകനാണ്, നമുക്ക് വളരെ ഇഷ്ടപ്പെട്ട ആളുമാണ്. സ്വാഭാവികമായി നമുക്ക് അടുത്ത ദിവസങ്ങളിൽ സംസാരിക്കേണ്ടതാണ്. ഓക്കെ, അപ്പോൾ പൊതുവേദി ഈ വിഷയം പ്രേക്ഷകർക്കിടയിലും വെച്ചിരുന്നു. സിനിമയാണോ ആളുകളെ വഴിതെറ്റിക്കുന്നതെന്ന ചോദ്യം പൊതുവേദി ഉന്നയിച്ചപ്പോൾ അതിൽ സിനിമകൾ തടഞ്ഞാൽ കുറ്റകൃത്യം തടയാനാകുമോ എന്ന ചോദ്യമാണ് പ്രസക്തമായി നിന്നത്. 61% ആളുകൾ പറയുന്നു സിനിമ തടഞ്ഞാൽ കുറ്റകൃത്യം തടയാനാകുമെന്ന്. അതേസമയം 39% ആളുകൾ പറയുന്ന ആളുകളുടെ കാഴ്ചപ്പാടാണ് മാറേണ്ടത്, സിനിമകൾ തടഞ്ഞതുകൊണ്ട് പ്രത്യേകിച്ചൊന്നും സംഭവിക്കാനില്ല എന്ന്. ഏതായാലും പൊതുവേദി നാളെ വീണ്ടും മറ്റൊരു പ്രധാന വിഷയവുമായി വരും. ഇന്ന് ചില പ്രേക്ഷകർക്ക് മുഴുവനായി പറഞ്ഞതൊക്കെ പൂർത്തീകരിക്കാൻ കഴിഞ്ഞില്ല. നമുക്ക് നാളെ വീണ്ടും സംസാരിക്കാം. എല്ലാവർക്കും ഗുഡ് ബൈ.